ഹായ് ഓൾ, എല്ലാവർക്കും സഹകാരി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ് എൻവയോൺമെൻറ്റ് ആൻഡ് ഗ്ലോബൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് ജോഗ്രഫിയുടെ തന്നെ ഒരു ടോപ്പിക്കാണ്. നമുക്ക് പഠിക്കുന്നതിനകത്ത് സിലബസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്ക് ജനറൽ ജോഗ്രഫി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ വേൾഡ് ജോഗ്രഫി പഠിക്കുമ്പോൾ അതിനോടൊപ്പം മനസ്സിലാക്കി പോകേണ്ട കുറച്ച് വസ്തുതകളുണ്ട്. നമ്മുടെ ഭൂമിയിൽ സംഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ നമ്മൾ പഠിക്കാറുണ്ട്. പൊല്യൂഷനായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഗ്ലോബൽ വാർമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഓസോൺ പാളിയുടെ വിള്ളലുകളുമായി ബന്ധപ്പെട്ടിട്ട് ഒക്കെ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ കേൾക്കാറും അറിയാറും ചോദ്യങ്ങളിൽ കാണാറും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് എൻവയോൺമെൻറ്റ്? നമുക്ക് ചുറ്റുമുള്ള ഈ പറയുന്ന എൻവയോൺമെൻറ്റ് എന്താണ്? എൻവയോൺമെൻറ്റിലെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? അതിനെങ്ങനെയാണ് നമ്മൾ സംരക്ഷിക്കാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട്? എന്തൊക്കെ തരത്തിൽ അങ്ങനെയാണെങ്കിൽ സംരക്ഷണ രീതികളുണ്ട്? അതുപോലെ നമുക്ക് ചുറ്റും ഈ എൻവയോൺമെൻറ്റിനെ, നമ്മുടെ പ്രകൃതിയെ അല്ലെങ്കിൽ നമ്മുടെ ആവാസ വ്യവസ്ഥയെ ഒക്കെ തന്നെയും പ്രതികൂലമായി ബാധിക്കുന്ന എന്തെങ്കിലുമൊക്കെ വസ്തുതകളുണ്ടെങ്കിൽ അവ എന്തൊക്കെയാണ് എന്നും എങ്ങനെയൊക്കെയാണ് ഭൂമിയുടെ നിലനിൽപ്പിനെ പ്രതികൂലമായി ബാധിക്കുക എന്ന വസ്തുതകളൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന എൻവയോൺമെൻറ്റ് ആൻഡ് ഗ്ലോബൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യൂഷ്വലി നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും കടന്നു പോകുന്നത് പോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട 1-2 ചോദ്യങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞാനും പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, വളരെ കോമൺ ആയിട്ട് വളരെ ബേസിക് ആയിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ദ തീം ഓഫ് എർത്ത് ഡേ 2020. 2022 അസിസ്റ്റന്റ് ഡയറക്ടർ നാഷണൽ സേവിങ്സ് ബാങ്കിൻ്റെ AD പോസ്റ്റിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. എർത്ത് ഡേയുടെ 2022 എർത്ത് ഡേയുടെ തീം എന്തായിരുന്നു എന്ന് ചോദിച്ചൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് ആണോ, പ്രൊട്ടക്റ്റ് അവർ സ്പീഷീസ് ആണോ, റിസ്റ്റോർ അവർ എർത്ത് ആണോ, അതോ എൻഡ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണോ എന്നതായിരുന്നു ചോദ്യം, അല്ലെങ്കിൽ 4 ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. അത് 2022 കണക്ട് ചെയ്തിട്ട് ഏതാണ് ശരി ഉത്തരം എന്നുള്ളത് മനസ്സിലാക്കുക. അത് ഒരു കോമൺ അപ്ഡേഷനാണ്. നിങ്ങൾ കറണ്ട് അഫെയർ റിലേറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ളത് 2022 തന്നെ ചോദിച്ച ചോദ്യമാണ്. 2022 തന്നെ എർത്ത് ഡേയുടെ പ്രമേയം എന്താണ് എന്നാണ് ചോദിച്ചത്. സോ ഇറ്റ് ഈസ് ഹൈലി റിലേറ്റഡ് ടു CA. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കറണ്ട് അഫെയർ ആസ്പെക്റ്റിൽ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സിമിലർലി ഇപ്പോൾ ഇതിൻ്റെ ഉത്തരം അവിടെ കാണിച്ചു. നിങ്ങൾക്ക് എന്തായാലും അത് അവസാനം നമ്മൾ പിന്നീട് PYQ ഡിസ്കസ് ചെയ്യുമ്പോൾ കാണിക്കുന്നതായിരുന്നു. എന്നാലും അതിനകത്ത് ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് എന്നുള്ളതാണ് ശരി ഉത്തരമായിട്ട് പറയുക, അല്ലേ? ശരി, പോട്ടെ. എനി ഹൗ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫീഡ്ബാക്ക് മെക്കാനിസംസ് ഈസ് മോസ്റ്റ് ലൈക്ലി ടു ആക്സിലറേറ്റ് ഗ്ലോബൽ വാർമിംഗ്? ഒന്നുകൂടി, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫീഡ്ബാക്ക് മെക്കാനിസം ഈസ് മോസ്റ്റ് ലൈക്ലി ടു ആക്സിലറേറ്റ് ഗ്ലോബൽ വാർമിംഗ്? ഗ്ലോബൽ വാർമിങ്ങിനെ ആക്സിലറേറ്റ് ചെയ്യുക മീൻസ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നു എന്ന് നമുക്കറിയാം. ഗ്ലോബൽ വാർമിംഗ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു വേഗതയുണ്ടല്ലോ, ഒരു ഇംപ്ലിമെൻറ്റേഷൻ്റെ ഒരു വേഗത, അത് വർദ്ധിക്കുന്നതിനെ സഹായിക്കുന്നത്. അതിനാണ് ആക്സിലറേറ്റ് ചെയ്യുക മീൻസ് വേഗത കൂടുക എന്നുള്ളതാണ് അർത്ഥം. സാധാരണ ഫിസിക്സിലെ ആക്സിലറേഷൻ അതേ മീനിങ് തന്നെയാണ്. വരണം ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? വേഗത കൂടുന്നതോ കുറയുന്നതിനെയാണ് നമ്മൾ അതിൽ പർട്ടിക്കുലർലി കൂടുന്നതിനെ നമ്മൾ ആക്സിലറേഷൻ എന്നും കുറയുന്നതിന് നമ്മൾ ഡീസിലറേഷൻ എന്നോ റിട്ടാർഡേഷൻ എന്നോ ഒക്കെയാണ് വിളിക്കുക, അല്ലെങ്കിൽ നെഗറ്റീവ് ആക്സിലറേഷൻ എന്നൊക്കെയാണ് വിളിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവെ ആക്സിലറേറ്റ് എന്ന വാക്ക് അർത്ഥമാക്കുന്നത് എന്തിനെയോ വർദ്ധിപ്പിക്കുന്നതിനെയാണ്. ഇവിടെ ഗ്ലോബൽ വാർമിംഗ് ആക്സിലറേറ്റ് ചെയ്യുന്നതിന് ചുവടെ തന്നിരിക്കുന്നതിൽ എന്ത് ഫീഡ്ബാക്ക് മെക്കാനിസമാണ് സഹായിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഒന്ന്, ഇൻക്രീസ്ഡ് പ്ലാന്റ് ഗ്രോത്ത് ഡ്യൂ ടു ഹയർ കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ. കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ കൂടുതലായതുകൊണ്ട് പ്ലാന്റ് ഗ്രോത്ത് കൂടും. ആ പ്ലാന്റ് ഗ്രോത്ത് കൂടിയാൽ അത് ഗ്ലോബൽ വാർമിങ്ങിനെ ബാധിക്കുമോ? ചിന്തിക്കാവുന്നതേ ഉള്ളൂ. 2, ഹയർ ക്ലൗഡ് കവർ റിഫ്ലക്റ്റിംഗ് സൺലൈറ്റ് എവേ ഫ്രം ദി എർത്ത്. ഭൂമിയിലേക്ക് കടന്നു വരുന്ന സൂര്യപ്രകാശത്തെ ഈ കൂടിയ അല്ലെങ്കിൽ ഉയർന്ന വിന്യാസം കാരണം ഈ വരുന്ന സൂര്യപ്രകാശത്തെ മേഘങ്ങൾ തന്നെ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് പുറത്തേക്ക് വിടുന്ന സാഹചര്യം, അത് ഗ്ലോബൽ വാർമിങ്ങിനെ കൂട്ടുമോ കുറയ്ക്കുമോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. സിമ്പിൾ കാര്യമാണ്. എന്താണ് ഗ്ലോബൽ വാർമിംഗ് എന്നറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്ന് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നതേ ഉള്ളൂ. അതുപോലെ മെൽറ്റിംഗ് പോളാർ ഐസ് റെഡ്യൂസിങ് ദ എർത്ത് ആൽബിഡോ. പോളാർ ഐസ് ക്യാപ്പ് മെൽറ്റ് ചെയ്യുന്നത് എർത്തിൻ്റെ ആൽബിഡോവിനെ റെഡ്യൂസ് ചെയ്യുമെന്ന് പറയും. എന്താണ് എർത്തിൻ്റെ ആൽബിഡോ എന്നൊക്കെ പറയുന്നത്? ആൽബിഡോ എന്ന് പറയുന്നില്ല, നമ്മുടെ റിഫ്ലക്റ്റിംഗ് നേച്ചർ, എർത്തിൻ്റെ വരുന്ന റേഡിയേഷൻസിനെ എർത്ത് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വിടുന്നുണ്ട്. അതിനാണ് എർത്ത് ആൽബിഡോ എന്ന് പറയുക. അപ്പോൾ അതിന് പല മാനദണ്ഡങ്ങളുണ്ട്. അതിൽ പോളാർ ഐസ് എന്നൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആൽബിഡോ സ്രോതസ്സായിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. ആ ഒരു വൈറ്റ് കളർ ലൈറ്റിനെ എപ്പോഴും റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമുക്കറിയാം. ആൻഡ് ദ വൈറ്റ് ഐസ് വിൽ ഡെഫിനറ്റ്ലി റിഫ്ലക്ട്സ് ലോട്ട് ഓഫ് സൺലൈറ്റ്. അപ്പോൾ ഈ പോളാർ ഐസ് ക്യാപ്പ് മെൽറ്റ് ചെയ്യുന്നത് എർത്തിൻ്റെ ആൽബിഡോ, ഈ റിഫ്ലക്റ്റിംഗ് പ്രോപ്പർട്ടീനെ അല്ലെങ്കിൽ റിഫ്ലക്റ്റിംഗ് കേപ്പബിലിറ്റീനെ പ്രതികൂലമായി ബാധിക്കുമോ? ചിന്തിക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് തന്നെ, ശരിയല്ലേ? 4ാമത്തെ ഓപ്ഷൻ, ഇൻക്രീസ്ഡ് അബ്സോർപ്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ബൈ ദി ഓഷൻസ്. അപ്പോൾ സമുദ്രങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കാർബൺ സെക്യുസ്ട്രേറ്റ് ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട ഏജൻറ്റാണ്. അതായത് എന്താണ് അപ്പോൾ കാർബൺ സെക്യുസ്ട്രേഷൻ എന്ന് പറയുന്നത്? ഈ അന്തരീക്ഷത്തിൽ അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാർബണെ പിടിച്ചെടുത്ത്
അന്തരീക്ഷത്തിലെ കാർബൺ അളവിനെ കുറയ്ക്കുന്ന പ്രോസസ്സാണ് ശരിക്കും പറയുക ഈ സെക്വസ്ട്രേഷൻ എന്ന് പറയുക. അപ്പോൾ ഈ സെക്വസ്ട്രേഷൻ ചെയ്യുന്നതിന് അന്തരീക്ഷത്തിലേക്ക് എമിറ്റ് ചെയ്യപ്പെടുന്ന കാർബണിനെ പിടിച്ചെടുക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്ന ഏജൻറ്റ് അല്ലെങ്കിൽ ആളാണ് സമുദ്രങ്ങളെന്ന് പറയുക. സമുദ്രങ്ങൾ മാത്രമല്ല, സമുദ്രങ്ങളോടൊപ്പം കണ്ടൽക്കാടുകളുണ്ട്, മാൻഗ്രോവ്സ് എന്ന് പറയും, അതുപോലെ തണ്ണീർത്തടങ്ങളുണ്ട്. ഇങ്ങനെയുള്ള പിന്നെ നമ്മുടെ ഈ റെയിൻ ഫോറസ്റ്റുകൾ, മഴക്കാടുകളുണ്ട്, ആമസോൺ വനങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ കാർബൺ സെക്വസ്ട്രേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സിനെ സഹായിക്കുന്ന ആൾക്കാർ തന്നെയാണ്. കാർബൺ സെക്വസ്ട്രേറ്റ് ചെയ്യുമ്പോഴുള്ള ഗുണം അല്ലെങ്കിൽ കാർബണെ പിടിച്ചെടുക്കുമ്പോഴുള്ള ഗുണം കാർബൺ അന്തരീക്ഷത്തിൽ കുറയും എന്നുള്ളതാണ്. ഇവിടെ പറയുന്നു ഇൻക്രീസ്ഡ് അബ്സോർപ്ഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ബൈ ദ ഓഷൻ. സമുദ്രങ്ങൾ കൂടുതൽ കാർബൺ ഡയോക്സൈഡിനെ അബ്സോർബ് ചെയ്യുന്നത് ഗ്ലോബൽ വാർമിങ്ങിനെ ആക്സിലറേറ്റ് ചെയ്യുമോ ഇല്ലയോ? അപ്പോൾ ഈ ഒരു 4 ഓപ്ഷൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഇതിലേത് പ്രതിഭാസം ഉണ്ടാകുമ്പോഴാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന സിറ്റുവേഷൻ ഇൻക്രീസ് ചെയ്യപ്പെടാൻ സാധ്യത, അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നതിൻ്റെ വേഗത കൂടാൻ സാധ്യത എന്നുള്ളത് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്നിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എനിഹൗ ഉത്തരം ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. യെസ്, നിങ്ങൾ പറഞ്ഞ ഉത്തരമായിരിക്കണം അത്. മറ്റൊരു ചോദ്യം നോക്കിയാൽ, വിച്ച് ടൈപ്പ് ഓഫ് പൊല്യൂഷൻ ഈസ് മോസ്റ്റ് ലൈക്ലി ടു കോസ് യൂട്രോഫിക്കേഷൻ ഇൻ അക്വാട്ടിക് എക്കോസിസ്റ്റം? എക്കോസിസ്റ്റങ്ങൾ നമ്മൾ പഠിക്കും. അപ്പോൾ ഈ എക്കോസിസ്റ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ആവാസ വ്യവസ്ഥ എന്ന് മലയാളത്തിൽ പറയും. ഒരു പർട്ടിക്കുലർ സ്പീഷീസ് ഓഫ് ഒരു പർട്ടിക്കുലർ മീൻസ് ഒന്നല്ല, ഒരു കൂട്ടം സ്പീഷീസ് ജീവജാലങ്ങൾ ഒരുമിച്ച് മറ്റ് ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാതെയും ബയോട്ടിക് അബയോട്ടിക് ഒക്കെ ആയിട്ടുള്ള കണ്ടീഷൻസോടുകൂടി ഒരു സ്വയം പര്യാപ്തമായിട്ടുള്ള ജീവിത സാഹചര്യം ഉറപ്പാക്കാൻ പറ്റുന്ന ഒരു മേഖലയെ നമുക്ക് ഒരു എക്കോസിസ്റ്റം എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, സമുദ്രം ഒരു എക്കോസിസ്റ്റമാണ്. അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൻ്റെ ഗണത്തിൽപ്പെടുന്ന ഒരു എക്കോസിസ്റ്റം. ഒരു ടെറസ്ട്രിയൽ എക്കോസിസ്റ്റംസ് ഒരുപാടുണ്ട്. ഇപ്പോൾ ഫോറസ്റ്റ് ലാൻഡ് ഒരു എക്കോസിസ്റ്റമായിട്ട് പറയാൻ പറ്റും. അവിടെ ആ ഫോറസ്റ്റിൻ്റെ നിലനിൽപ്പിന് പ്രത്യേകിച്ച് വേറെ ഏതെങ്കിലും അതായത് മറൈൻ എക്കോസിസ്റ്റത്തിൻ്റെ സപ്പോർട്ട് വേണമെന്നൊന്നുമില്ല അതങ്ങ് നിലനിൽക്കാൻ. അതുപോലെ മറൈൻ എക്കോസിസ്റ്റം നിലനിൽക്കാൻ ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൻ്റെ ആവശ്യവും നിലവിലില്ല. അപ്പോൾ മറൈൻ എക്കോസിസ്റ്റം അതിൻ്റെ തന്നെ നിലനിൽപ്പാൽ തന്നെ മുന്നോട്ട് പൊക്കോളും എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എക്കോസിസ്റ്റംസ്. എനിഹൗ, അപ്പോൾ ഈ യൂട്രോഫിക്കേഷൻ അക്വാട്ടിക് എക്കോസിസ്റ്റമാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ പ്രൈം ഫോക്കസ്. യൂട്രോഫിക്കേഷൻ. ഓക്കെ, യൂട്രോഫിക്കേഷൻ എന്താണ്? ഈ യൂട്രോഫിക്കേഷന് കാരണമാകുന്നത് നമ്മുടെ ഈ ഇൻവേഡഡ് ആയിട്ടുള്ള സ്പീഷീസും മറ്റുമൊക്കെ വന്ന് ഈ വെള്ളത്തിൽ ഈ വെജിറ്റേറ്റീവ് കവറൊക്കെ ഒരുപാട് വളർന്നു കൂടുന്ന സംവിധാനമാണ്. വെജിറ്റേറ്റീവ് കവർ എന്ന് പറഞ്ഞാൽ ഈ ചെടികളും മറ്റുമൊക്കെ വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ അമിതമായി വളർന്ന്, ഇപ്പം നിങ്ങൾ ചില കായലുകളിലും മറ്റുമൊക്കെ ഇഷ്ടംപോലെ ഈ കുളവാഴ എന്ന് പറയുന്ന അക്വാട്ടിക് ലിവിങ് ബീയിങ്, നമ്മുടെ ഈ പ്ലാന്റ് ഇങ്ങനെ വളർന്ന് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന കാണുന്നത് വാട്ടർ ബോഡിയാണോ കരയാണോ എന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കും. ശരിയല്ലേ? ഇപ്പോൾ വാട്ടർ സൺലൈറ്റുമായിട്ട് കണക്ഷൻ വരാണ്ട് ഈ പറയുന്ന സ്പീഷീസാൽ കവർ ചെയ്യപ്പെട്ട് നിൽക്കുന്ന കണ്ടീഷൻ ഉണ്ടാകും. ഇൻവേസീവ് സ്പീഷീസുകൾ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇത് കടന്ന് കയറി നമ്മുടെ ഇക്കോസിസ്റ്റത്തെ സ്വാഭാവികതയെ നശിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്ന പരിപാടികളാണ്. എനിഹൗ ഇത്തരത്തിൽ വെജിറ്റേറ്റീവ് കവർ ഒരുപാട് കൂടും. അങ്ങനെ കൂടാനുള്ള കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം താഴത്തെ നിലയിൽ ഏതായിരിക്കും? പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആയിരിക്കുമോ? തെർമൽ പൊല്യൂഷൻ ആയിരിക്കുമോ? അതോ ന്യൂട്രിയൻ്റ് പൊല്യൂഷൻ ആയിരിക്കും ഫ്രം നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ്? അതോ ഇനി നോയിസ് പൊല്യൂഷൻ ആയിരിക്കുമോ? ഇപ്പോൾ ഷിപ്പിംഗ് ആക്ടിവിറ്റി മറ്റൊക്കെ നടക്കുമല്ലോ അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ. അപ്പോൾ ഈ ഷിപ്പിംഗ് ആക്ടിവിറ്റിയൊക്കെ പോകുമ്പോൾ കപ്പലും ബോട്ടും ഒക്കെ പോകുന്നത് കാരണം ഉണ്ടാകുന്ന മോട്ടറിൻ്റെയും മറ്റുമൊക്കെയുള്ള സൗണ്ട് കാരണമുള്ള ബുദ്ധിമുട്ടാണോ യൂട്രോഫിക്കേഷന് കാരണമാവുക? സിമ്പിളാണ്. ഇതിനകത്ത് യൂട്രോഫിക്കേഷൻ ഞാനിപ്പോൾ ഈ പറഞ്ഞു തന്നതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് സുഖമായി നിങ്ങൾക്ക് ഇതിനകത്ത് ഉത്തരം കണ്ടുപിടിക്കാൻ ഓൾറെഡി പറ്റിക്കഴിഞ്ഞിട്ടുണ്ടാവണം. കാരണം യൂട്രോഫിക്കേഷൻ എന്തായാലും നോയിസ് പൊല്യൂഷനോ തെർമൽ പൊല്യൂഷനോ പ്ലാസ്റ്റിക്കോ ഒന്നും അല്ല കാരണമാവുക. അതൊരു അമിതമായ വളർച്ച, പ്ലാന്റ് ഗ്രോത്ത്, അക്വാട്ടിക് പ്ലാന്റ് ഗ്രോത്ത് അമിതമായി ഉണ്ടാകുന്നതിനെ സൂചിപ്പിക്കുന്നു. പ്ലാന്റ് ഗ്രോ ചെയ്യാൻ വേണ്ട സംഗതികളിൽ പ്രധാനപ്പെട്ട ന്യൂട്രിയൻസ് ആരൊക്കെയാണെന്നൊക്കെ നമുക്കറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആകെ ന്യൂട്രിയൻറ്റുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ മാത്രമേ ഈ ചോദ്യത്തിലുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഉത്തരം വളരെ വ്യക്തമായിട്ട് കണ്ടെത്താൻ സാധിക്കുന്നതുമാണ്. ഇതും എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് തന്നെ ചോദിച്ചിരിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. മുന്നോട്ട്, താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നത് ഏത് എന്നാണ് ചോദ്യം. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നത് ആരാണ്? ഓസോൺ കാരണമാകുമോ? ഓക്സിജൻ കാരണമാകുമോ? കാർബൺ ഡയോക്സൈഡ് കാരണമാകുമോ? നൈട്രജൻ കാരണമാകുമോ? ഇതിലാരാണ് ഹരിതഗൃഹ താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങൾ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നത്? ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നത് ഓസോൺ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ. ശരിക്കും പറയുക ഇതിനകത്ത് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ വരാറുണ്ട്. നൈട്രജൻ എന്ന് പറയുന്നൊരു ഫ്രീ റാഡിക്കലായിട്ട് പറഞ്ഞുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നൈട്രജൻ ഒരു എലമെൻ്റായിട്ട് ഇവിടെ എടുത്തുകൊണ്ടായിരിക്കും അതിനെ കണക്കൂട്ടാത്ത. കാർബൺ ഡയോക്സൈഡ്
ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാവുന്നുണ്ട് അല്ലേ? ഹരിതഗൃഹ പ്രഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണമാവുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഓസോൺ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഇവന്മാരെല്ലാവരും കാരണമാവുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് ഇവിടെ ഒരെണ്ണം മാത്രമേ എന്ന് പറയാനൊന്നും പറ്റത്തില്ല. അടുത്ത ചോദ്യം നോക്ക്. അജണ്ട 21 അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ആഗോള സുസ്ഥിര വികസനത്തെയാണോ, രാജ്യാന്തര വനവൽക്കരണ പദ്ധതിയെയാണോ, അന്തർദേശീയ സമുദ്രതല സംരക്ഷണത്തെയാണോ, അതോ പശ്ചിമഘട്ട വന്യജീവി സംരക്ഷണത്തെയാണോ അജണ്ട 21 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അജണ്ട 21 ഗ്ലോബൽ പാർട്ട്ണർഷിപ്പും ഗ്ലോബൽ എൻവയോൺമെൻറ്റൽ കൺസേണും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത് കൊണ്ട് തന്നെ പശ്ചിമഘട്ട വന്യജീവി സംരക്ഷണത്തെ നമുക്കിതിൽ നിന്നും ക്ലിയർ ആയിട്ട് റിമൂവ് ചെയ്യാം. അന്തർദേശീയ സമുദ്രതട സംരക്ഷണം എന്ന് പറയുമ്പോൾ മാരിടൈം പ്രൊട്ടക്ഷനെ പറ്റി മാത്രം പറയുന്നു എന്നതുകൊണ്ട് അതിനെയും തൽക്കാലം അവോയ്ഡ് ചെയ്യാം. പിന്നെയുള്ളത് രാജ്യാന്തര ഇൻ്റർനാഷണൽ അഫോറസ്റ്റേഷൻ പ്രൊജക്റ്റും പിന്നെ ഗ്ലോബൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റുമാണ്. ഇതിൽ അജണ്ട 21 ഈ പറയുന്ന ഗ്ലോബൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്ന ഒരു സംവിധാനമാണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽ പിന്നീട് നിങ്ങൾ നോക്കുക. അതുപോലെ വിച്ച് എമംഗ് ദി ഫോളോയിങ് ഗ്യാസസ് ഇൻഡ്യൂസസ് ഗ്ലോബൽ വാർമിംഗ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഗ്യാസസ് വിച്ച് എമംഗ് ദി ഫോളോയിങ് ഗ്യാസസ് ആണ് ഗ്ലോബൽ വാർമിംഗ് ഇൻഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. മീഥേനുണ്ട്, ആർഗണുണ്ട്, ക്രിപ്റ്റോൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഏതാണ് ഇതിനകത്താകെ? മീഥേനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഗ്ലോബൽ വാർമിങ്ങിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ ശരി. അപ്പോൾ നമ്മളിവിടെ ഇതുവരെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്ലോബൽ വാർമിങ്ങും ഓസോൺ ലെയർ ഡിപ്ലീഷനും അതുപോലെ ഗ്രീൻ ഹൗസ് ഇഫക്ട്സും ഒക്കെ പോലുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ സ്മോഗ്, ഫോഗ്, നമ്മുടെ പൊല്യൂഷൻസ്, എയർ പൊല്യൂഷൻസ്, നോയിസ് പൊല്യൂഷൻസ്, വാട്ടർ പൊല്യൂഷൻസ്, അക്വാട്ടിക് എക്കോസിസ്റ്റം പൊല്യൂഷൻ, ന്യൂട്രോഫിക്കേഷൻ. അപ്പോൾ ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഭൂമിയിലെ സ്വാഭാവിക സസ്യപ്രകൃതികൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇവയൊക്കെ സംരക്ഷിക്കപ്പെടേണ്ട സാഹചര്യം കൂടിയുണ്ട്. ചില സാഹചര്യങ്ങളിലെങ്കിലും ചില മേഖലകളെങ്കിലും ഒക്കെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. നമ്മളീ കാണുന്ന മനോഹരമായ പുള്ളിമാൻ അല്ലേ, അതിമനോഹരമായ ഒരു വന്യമായൊരു ദൃശ്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈ മാനിനെ കാണുക എന്ന് പറയുന്നത്. വന്യതയിൽ ജീവിക്കുന്ന ആനിമൽസിനെ സ്പോട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ ആനന്ദം തരുന്നൊരു സംവിധാനമാണ്. ആ ആനന്ദത്തിനോടൊപ്പം തന്നെ അവർക്ക് വലിയൊരു പർപ്പസ് ഉണ്ട് മീറ്റ് ചെയ്യാൻ. വനത്തിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട് ഓരോ പർപ്പസ്. വനത്തിൽ മാനുകൾ മാത്രം മതി, മാനിനെ കൊന്നു തിന്നുന്ന കടുവ വേണ്ട എന്ന് തീരുമാനിച്ചാൽ അവിടെ അത് ആഗോള ഭക്ഷ്യ പ്രതിസന്ധിക്ക് വരെ പിന്നെ എന്താ പറയുക പിന്നെ ഒരു വഴിയൊരുക്കിയേക്കാം. അപ്പോൾ മാനും വേണം, മാനിനെ കൊന്നു തിന്നുന്ന കടുവകളും കാട്ടിൽ വേണം എന്നുള്ളതാണ്. അതായത് നിലവിൽ ഈ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് വെൽ ബാലൻസിങ്ങിൻ്റെ ഒരു ബാലൻസിങ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു എക്കോസിസ്റ്റമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ബാലൻസിങ്ങിന് മനുഷ്യൻ്റെ ഇടപെടൽ കാരണമോ അല്ലാതെയൊക്കെ തന്നെ ചില സാഹചര്യങ്ങളിലും കാലഘട്ടങ്ങളിലുമൊക്കെ ഇൻബാലൻസ്ഡ് അല്ല അൺബാലൻസ്ഡ് സിറ്റുവേഷൻസ് ഉണ്ടായേക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമുണ്ട്. മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിലെ മധ്യപ്രദേശിൽ അല്ലേ, നമ്മുടെ കുനു നാഷണൽ പാർക്കിലേക്ക് നമീബിയയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഒക്കെ കുറേ ചീറ്റകളെ റീഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ എന്തുകൊണ്ട് കുറേ ചീറ്റകളെ കൊണ്ടുവന്ന് ഇന്ത്യയിലെ ഒരു വനമേഖലയിൽ ഡിപ്ലോയ് ചെയ്തു എന്നത് കേവലം മുമ്പ് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന കുറച്ച് ജീവികളാണ്. അവ വംശനാശം സംഭവിച്ചതിന് ശേഷം ഇന്ത്യയിൽ ഇല്ലാണ്ടായതിനെ തിരികെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ ആ ഒരു ലെഗസി പുനഃസൃഷ്ടിക്കുക എന്നതിൻ്റെ ഒരു മീൻസ് ഒരു എൻവയോൺമെൻറ്റൽ ലെഗസി പുനഃസൃഷ്ടിക്കുക എന്നതല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് വന്നിട്ടുള്ളത്. പിന്നെന്താ കാരണം? അതിന് മറ്റൊരു കാരണം അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് ആ ഒരു എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ്റെ മുൻതൂക്കം ഒരല്പം കൂടി നിൽക്കുന്നത് കൊണ്ട് വരുന്നു എന്ന് പറയാൻ പറ്റും ഒരു പരിധി വരെ. പക്ഷേ എന്നിരുന്നാലും പ്രധാന കാരണം ഈ കുനു നാഷണൽ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന കർഷകരും മറ്റുമൊക്കെ അവരുടെ കൃഷിനാശം ധാരാളമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കാരണം ഈ മാനുകളെ പോലുള്ള ഹെർബിവോറുകളുടെയൊക്കെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നത് കാണാൻ പറ്റും. കാരണം ഇവരുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന മാനുകളുടെയും മറ്റുമൊക്കെ എണ്ണം നമ്പേഴ്സ് അണ്ടർ ചെക്ക് നിർത്തിയിരുന്നത് പ്രെഡേറ്റേഴ്സാണ്, ചീറ്റകളാണ്, പ്രത്യേകിച്ച് ആ പ്രദേശത്ത്. അപ്പോൾ ചീറ്റകൾ സ്വാഭാവികമായി വസിച്ചിരുന്ന സ്ഥലത്ത് ചീറ്റകൾക്ക് വംശനാശം സംഭവിച്ചതിന് ശേഷം ഈ പറയുന്ന മാനുകളുടെയും ഹെർബിവോറുകളുടെയും സസ്യഭുക്കുകളുടെയും ഒക്കെ പ്രജനനം വല്ലാണ്ട് കൂടുന്ന സാഹചര്യമുണ്ടായി. കാരണം വേട്ടയാടപ്പെടുന്നില്ല ഇവ എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ എണ്ണം വല്ലാണ്ട് കൂടുന്നു. എണ്ണം വല്ലാണ്ട് കൂടിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താ? ഇവർക്ക് കാട്ടിലുള്ള ഫുഡ് സോഴ്സസിനെ മാത്രം ആശ്രയിച്ച് നിൽക്കാൻ പറ്റാണ്ട് നാട്ടിലിറങ്ങി കർഷകരുടെ കൃഷി അല്ലെങ്കിൽ വിളകളും കൂടി ഭക്ഷിക്കുന്നവർ അവർ മനഃപൂർവ്വം ചെയ്യുന്നില്ല, ആഹാരത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. എണ്ണം കൂടുമ്പോൾ ആഹാരത്തിന് വേണ്ടി ചെയ്യുന്ന പരിപാടി തന്നെയാണ്. എന്നിരുന്നാലും ഇത് കാരണം മനുഷ്യനും ബുദ്ധിമുട്ടുണ്ടാകും അവിടെ നിലനിൽപ്പിന്. അപ്പോൾ ഇവരുടെ
പിന്നെ ഈ പറയുന്ന കോൺഫ്ലിക്റ്റ്, മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നതിൻ്റെ മൂലകാരണം പരിശോധിക്കുമ്പോഴാണ് ഈ എണ്ണത്തിലുള്ള വർധനവിനെ പറ്റിയിട്ടൊക്കെ നോട്ടീസ് ചെയ്യപ്പെടുന്നതും. അത് വീണ്ടും അണ്ടർ കൺട്രോൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പ്രെഡേറ്റേഴ്സായിട്ടുള്ള കാർണിവോറുകളെ വനത്തിനുള്ളിൽ നിക്ഷേപിക്കപ്പെടണം അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടണമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അങ്ങനെ വനത്തിനുള്ളിൽ കൊണ്ടുവരുന്ന ചീറ്റകളെയും മറ്റുമൊക്കെ ആദ്യ കുറേ കാലഘട്ടങ്ങളിൽ ഇവിടെ ഇല്ലാതിരുന്നവരെ തിരിച്ചുകൊണ്ടുവരികയാണ്. പുതിയ ക്ലൈമറ്റ്, പുതിയ ആവാസ വ്യവസ്ഥയൊക്കെയാണ്. ഇപ്പോൾ ചീറ്റകൾക്ക് അതുമായി അഡാപ്റ്റ് ചെയ്യാനും പൊരുത്തപ്പെടാനും കുറേ സമയം വേണ്ടി വരും. എല്ലാ ചീറ്റകളെയും അണ്ടർ കൺട്രോൾ, അണ്ടർ ചെക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും കഴുത്തിലൊരു കോളർ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ കോളർ കാരണവും പല ചീറ്റകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് ഈ സെൻസറുകളും മറ്റുമൊക്കെ വെച്ചിട്ടേ ഈ ഓരോ ചീറ്റയും എവിടെയാണ് നിൽക്കുന്നതെന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചീറ്റകളെ സംരക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ ചിലപ്പോൾ ചീറ്റകളുടെയും മറ്റും പ്രസൻസ് കൂടിപ്പോയത് കാരണം മാനുകൾക്കാണ് ഇവിടെ വംശനാശ ഭീഷണി നേരിടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മാനുകളെ സംരക്ഷിക്കാനായിട്ട് നമ്മളായിട്ടൊരു ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടി വരും. അപ്പോൾ പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന റിസോഴ്സസ്, നമുക്ക് ചുറ്റുമുള്ള റിസോഴ്സസിനെ നാശനഷ്ടം വരുത്തുന്ന ഘടകങ്ങളിൽ നിന്നും, ബോത്ത് മാൻമെയ്ഡ് ആസ് വെൽ ആസ് ആർട്ടിഫിഷ്യൽ, മാൻമെയ്ഡ് ആസ് വെൽ ആസ് നാച്ചുറൽ ഘടകങ്ങളിൽ നിന്ന് നമുക്ക് ചുറ്റുമുള്ള ഈ വൈവിധ്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു ആക്ടിവിറ്റിയാണ് കൺസർവേഷൻ, സംരക്ഷണം. നിങ്ങൾ പല സ്ഥലങ്ങളിലും ഒക്കെ പോകുമ്പോൾ, ടൂർ പോകുമ്പോഴും മറ്റും മിക്കവാറും നിങ്ങൾ ഈ പറയുന്ന വളരെ ഭംഗിയുള്ള, പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളിലൊക്കെ ടൂർ പോകുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ടൂർ പോകുമ്പോഴുള്ള പല സ്ഥലങ്ങളിലും എഴുതിയിട്ടുണ്ടാകും സംരക്ഷിത മേഖല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും. പ്രൊട്ടക്റ്റഡ് ഏരിയ, പ്രൊട്ടക്റ്റഡ് സോൺ, പ്രൊട്ടക്റ്റഡ് ടെറിട്ടറി എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന പലയിടങ്ങളിലും ബോർഡൊക്കെ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും അല്ലേ. അനുവാദമില്ലാതെ പ്രവേശിക്കുന്നത്, അൺഓതറൈസ്ഡ് ആക്സസ്, അൺഓതറൈസ്ഡ് എൻട്രി ഈസ് പ്രൊഹിബിറ്റഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടാകും പലയിടങ്ങളിലും. കേരള വനം വകുപ്പ്, ഓക്കെ, കേരളത്തിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അങ്ങനെ കേരള വനം വകുപ്പിൻ്റെ ബോർഡുകളും മറ്റുമൊക്കെ കാണാൻ പറ്റും പൊതുവേ. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ അൺറെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ആക്സസ് ഇല്ല എന്ന് പറയുന്നത്, എന്തുകൊണ്ട് റെസ്ട്രിക്ഷൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മനുഷ്യൻ്റെ ഇടപെടലുകൾ, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെയൊക്കെ ഇടപെടലുകൾ എന്ന് പറയുമ്പോൾ തീർത്തും സിവിൽ സെൻസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഇടപെടലുകളായിരിക്കും. കാട്ടിൽ പോയി പിക്നിക്കിന് പോകുമായിരിക്കും, ശരി, കാട്ടിൽ പോയി പിക്നിക്ക് നടത്തിക്കോട്ടെ, നമുക്കുള്ള നാച്ചുറൽ റിസോഴ്സ് തന്നെയല്ലേ, അതെ, കാട്ടിൽ നമുക്കും പോകാനുള്ള അവകാശം വേണമല്ലോ, വേണം, ശരി, പോയി പിക്നിക്ക് നടത്തുക. പിക്നിക്ക് നടക്കി അവിടെ കൊണ്ടുപോയി പ്ലാസ്റ്റിക് കവറിൽ ബ്രെഡും ബിസ്ക്കറ്റും അതും ഇതൊക്കെ കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിച്ചിട്ട് ഈ പ്ലാസ്റ്റിക് കവറും കുപ്പിയും ചപ്പും ചവറുമെല്ലാം അവിടെ തന്നെ വലിച്ചെറിഞ്ഞിട്ട് തിരിച്ച് തൻ്റെ വാഹനങ്ങളിൽ കയറി ഈ മലയാളികൾ തിരിച്ചു വരും. മലയാളികൾ മാത്രമല്ല, പലരും വരും. പ്രത്യേകിച്ച് പറയുന്നതാണ്, നമ്മൾ മലയാളി, ഞാനും മലയാളി ആയതുകൊണ്ട് എനിക്ക് എന്നെ തന്നെ വിമർശിക്കാനുള്ള അവകാശമുണ്ട് അല്ലേ, അതുകൊണ്ട് പറയുന്നത്, തിരിച്ചു വരും. അപ്പം അങ്ങനെ വരുമ്പോഴുള്ള കുഴപ്പം, ഈ കാട്ടിൽ ജീവിക്കുന്ന ആനിമൽസിന് കണ്ടോ ശീലിച്ചിട്ടോ ഒന്നുമില്ലാത്ത ഈ വസ്തുക്കൾ, ഏത് പ്ലാസ്റ്റിക് വസ്തുക്കളും മറ്റുമൊക്കെ ഇവർ കൗതുകത്തോടുകൂടി കാണുകയും അതിനകത്ത് ഭക്ഷ്യവസ്തുക്കളൊക്കെ എങ്ങാനും അതിൻ്റെ റെമനൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ പ്ലാസ്റ്റിക് ഉൾപ്പെടെ ഭക്ഷിക്കാനും തന്മൂലം മരണപ്പെടാനും ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ തീരെ സിവിക് സെൻസ് ഇല്ലാത്ത ചില ആൾക്കാർ ചെന്ന് കയറി കാട്ടിനുള്ളിൽ അവരെ പ്രവേശിപ്പിക്കാനുള്ള അനുമതി കൊടുത്തു എന്നതുകൊണ്ട് കുറേ മാനിൻ്റെയോ കുറേ കാട്ടുപോത്തിൻ്റെയോ അല്ലെങ്കിൽ ആനയുടെയോ ഒക്കെ മരണത്തിൽ ചെന്നത് കലാശിക്കുന്നത് വരുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ് ബാക്കിയുള്ള ജനങ്ങളുടെ നിലനിൽപ്പിന് തന്നെ. അതുകൊണ്ട് ഇവിടെ എല്ലാ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല ഇങ്ങനെ എങ്ങാനും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടില്ല. പണ്ട് ബ്രിട്ടീഷുകാരൊക്കെ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും രാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും ഒക്കെ വലിയൊരു വിനോദവും ആണത്തത്തിൻ്റെയും പ്രൗഢിയുടെയും അധികാരത്തിൻ്റെയും ഒക്കെ എന്താ പറയുക ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനായിട്ട് വേട്ടയാടലിനെ കരുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. രാജാക്കന്മാരാണെങ്കിൽ വേട്ടയാടാൻ മിടുക്കന്മാരായിരിക്കണം. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ തോക്കും കൊണ്ടിറങ്ങി വേട്ടയാടാൻ. ഇങ്ങനെ അനിയന്ത്രിതമായിട്ട് വേട്ടയാടുന്നതിൽ ആനന്ദം കണ്ടെത്തിയ രാജാക്കന്മാരും ബ്രിട്ടീഷുകാരും ഒക്കെ വേട്ടയാടി പല കാടുകളിലുമുള്ള, പ്രത്യേകിച്ച് വേട്ടയാടുന്നത് ഈ ചെറിയ മൃഗങ്ങളെ അല്ല, പ്രധാനമായിട്ടും വേട്ടയാടുന്ന അവരുടെ അധികാരവും അവരുടെ പവർ കാണിക്കാൻ വേണ്ടി ഇവർ വേട്ടയാടുന്നുണ്ടെങ്കിൽ അത് നരഭോജികളൊക്കെ തന്നെയായിരിക്കും. നരഭോജികളാണ് നിർബന്ധമില്ല, കാർണിവോറുകളാണ്, പ്രെഡേറ്റേഴ്സാണ്. കടുവ, സിംഹമൊക്കെ പോലുള്ള, ആനയൊക്കെ പോലുള്ള വലുപ്പമേറിയതോ പിന്നെ കരുത്തേറിയതോ ആയിട്ടുള്ള മൃഗങ്ങളെയാണ് വേട്ടയാടുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് പിൽക്കാലത്ത് ഇന്ത്യയിലെ ഈ ആനിമൽസിൻ്റെയും അതുപോലെ തന്നെ ജീവജാലങ്ങളിൽ പലതിൻ്റെയും എണ്ണത്തിലൊക്കെ വലിയ കുറവൊക്കെ നേരിടേണ്ടി വന്നാൽ അപ്പോൾ അവരെ സംരക്ഷിക്കണം. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ സംരക്ഷിക്കണമെന്ന നിർബന്ധം നമുക്കുണ്ടാകും. അങ്ങനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് 2 മാതൃകകളാണ് പൊതുവേ നമ്മൾ സ്വീകരിച്ചു വരുന്നത്. ഒന്ന് ഇൻ സിറ്റു കൺസർവേഷൻ എന്ന് പറയും. ഇത് പറയും ഒന്ന് ഇൻ സിറ്റു കൺസർവേഷൻ. ഈ ഇൻ സിറ്റു എന്ന് പറഞ്ഞാൽ അർത്ഥം ഇൻസൈറ്റ് എന്നാണ്. ഇൻ സിറ്റു എന്നർത്ഥം പറഞ്ഞാൽ ഇൻസൈറ്റ് എന്ന് തന്നെയാണ് അർത്ഥം. അതായത് എവിടെയാണോ ഈ വസ്തുക്കളുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ ഈ ജീവജാലങ്ങളുള്ളത്, അവിടെ ചെന്ന് കൺസർവ് ചെയ്യുക.
ഇപ്പോൾ കടുവയെ സംരക്ഷിക്കണം, എവിടെ പോയി കൺസർവ് ചെയ്യും? കടുവയുടെ വീട്ടിൽ പോയി സംരക്ഷിക്കും എന്ന് പറയുന്നത് പോലെ നമ്മളിപ്പോൾ ഹോം ഡെലിവറി എന്ന് പറയാറില്ലേ? അപ്പോൾ സംരക്ഷണം ഹോം ഡെലിവറി ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ് ഇൻ സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. ഹോം ഡെലിവറി എന്ന് തമാശയ്ക്ക് പറഞ്ഞുവെങ്കിലും ഇവിടെ ഹോം എന്ന് ഉദ്ദേശിക്കുന്നത് കാട് തന്നെയാണ്. ഇപ്പോൾ കടുവയുടെ വീട് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡെൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കടുവയുടെ വീട് എന്ന് പറയുമ്പോൾ അത് ജീവിക്കുന്ന സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കടുവയെ സംരക്ഷിക്കണമെന്ന് എനിക്ക്, ഒരു കടുവയെന്നല്ല, കടുവകളെ, പ്രത്യേകിച്ച് ഒരു പർട്ടിക്കുലർ, ഇപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതമുണ്ട് കേരളത്തിൽ. പെരിയാർ വന്യജീവി സങ്കേതത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്ന ആനിമൽസിലൊന്ന് കടുവയാണ്, നമുക്കറിയാം. അപ്പോൾ ഈ പെരിയാർ വന്യജീവി സങ്കേതത്തിലെ കടുവകളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് അവിടുത്തെ കടുവകൾ സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യകതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ സംരക്ഷണം കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ സംരക്ഷിക്കേണ്ട ആവശ്യകത ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ഇവിടെ കടുവകൾക്ക് നിലനിൽപ്പിന് ഭീഷണി ഉണ്ടാകുന്നതെന്നുകൂടി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പക്ഷേ ഉദാഹരണത്തിന് വിചാരിക്കുകയാണ്, ഇപ്പോൾ കടുവകൾക്ക് കാട്ടിനുള്ളിൽ ജലസ്രോതസ്സുകളുടെ ലഭ്യത കുറവ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ കാട്ടിനുള്ളിൽ കടുവകൾക്ക് വെള്ളം കുടിക്കാനുള്ള വേണ്ടത്ര ഉറവകളോ ഒന്നും കാണാതെ കടുവകൾക്ക് വെള്ളം കിട്ടാതാണ് മരിക്കുന്നതെന്ന് കാണുന്നു. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസർവേഷൻ മെത്തേഡ് ഈ കടുവകളെ ജീവനോടെ നിലനിർത്താൻ, അവിടുത്തെ കടുവകളുടെ മരണകാരണം വെള്ളം കിട്ടാണ്ടാണ് മരണപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ കടുവകൾക്ക് വെള്ളം കുടിക്കാൻ തക്കവണ്ണം കേപ്പബിൾ ആകുന്ന ചില ജലസ്രോതസ്സുകൾ കാട്ടിനുള്ളിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കടുവകളെ സംരക്ഷിക്കാൻ ചിലപ്പോൾ പറ്റിയേക്കും. ചെറിയ വെള്ളം കിട്ടാത്തതുകൊണ്ടാണ് കടുവകൾ മരിക്കുന്നതെങ്കിൽ ശരി, വെള്ളം കൊടുക്കാം, നമുക്ക് കാട്ടിലേക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില കുളങ്ങൾ ഒഴിക്കുകയോ നീരുറവുകൾ സൃഷ്ടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. ചെയ്തു ആ ഒരു ചെറിയൊരു ഇനിഷ്യേറ്റീവ് ഞാൻ ചെയ്തത് എവിടെയാണ്? കാട്ടിൽ പോയിട്ടാണ് ചെയ്തത്. ആ ഒരു ചെറിയ ഇനിഷ്യേറ്റീവ് ഞാൻ ചെയ്ത് കാട്ടിൽ പോയിട്ട് ഒരു ഉറവ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ തിരികെ പോകുന്നു. ആൻഡ് ഞാൻ അതിനകത്ത് ഫർദർ ഇടപെടുന്നൊന്നുമില്ല കാര്യമായിട്ട്. ശരിയല്ലേ? കടുവകൾ അവിടെ വെള്ളം കെട്ടി നിൽക്കാൻ ഇടയാവുകയും പിന്നീട് ആ വെള്ളം ഉപയോഗിച്ച് കടുവകൾക്ക് തങ്ങളുടെ ജീവൻ നിലനിർത്താൻ സാധിക്കുന്നുമുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു കൺസർവേഷൻ മെത്തേഡ് അവിടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ അവിടെ സക്സസ് ആയി എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ഈ കടുവയെ സംരക്ഷിക്കാൻ ചെയ്ത പരിപാടി എന്ന് പറയുന്നത് എന്തായിരുന്നു? കടുവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലേക്ക് കടന്നു ചെന്ന് അവിടെ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട്, മറ്റാർക്കും ഉപദ്രവമില്ലാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കടുവയുടെ നിലനിൽപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചു. ആൻഡ് അത് ഗുണം കണ്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള കൺസർവേഷൻ മെത്തേഡുകളെ വിളിക്കുന്ന പേരാണ് ഇൻ സിറ്റു കൺസർവേഷൻ. നമ്മൾ എവിടെയാണോ എന്തിനെയാണോ സംരക്ഷിക്കുന്നത്, ഇതിപ്പോൾ മൃഗങ്ങളെ മാത്രമല്ല ഇങ്ങനെ സംരക്ഷിക്കുക, എനിക്ക് സസ്യജാലങ്ങളെയും ഇത്തരത്തിൽ സംരക്ഷിക്കാൻ സാധിക്കും കേട്ടോ. എന്ത് സസ്യജാലങ്ങളെയും വേണമെങ്കിലും എനിക്കിങ്ങനെ സംരക്ഷിക്കാനൊക്കെ സാധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് ഇൻ സിറ്റു കൺസർവേഷൻ. അപ്പോൾ ഇൻ സിറ്റു പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ വേട്ടയാടലുകൾ കൂടിയിട്ടുള്ള സ്ഥലമായിരിക്കും. അപ്പോൾ ആൾക്കാർ കയറാതിരിക്കാൻ വേണ്ടി റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരും, നിയമങ്ങൾ കൊണ്ടുവരും. ആൾക്കാർ ഇതിനകത്ത് കയറരുത്, അനുമതിയില്ലാതെ കയറരുത്, ഇവിടെ വെടിവെക്കാൻ പാടില്ല, ഇവിടെ വേട്ടയാടാൻ പാടില്ല, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഈ കുറേ പാടില്ലകളും കുറേ നിർബന്ധങ്ങളും ഒക്കെ കൊണ്ടുവരുന്നത് വഴിയും എനിക്ക് ഈ കടുവകളെയും ജീവജാലങ്ങളെയും ഇതിനകത്ത് സംരക്ഷിക്കാം. മാനുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ പറഞ്ഞ പോലെ അകത്ത് ആർക്കും കയറാനും പാടില്ല, വേട്ടയാടാനും പാടില്ല. മാനുകളെ വേട്ടയാടുന്നത് ശിക്ഷാർഹമാക്കി, അല്ലേ? ഈ പറയുന്ന നോൺ ബെയിലബിൾ ഒഫൻസ് ആക്കി മാറ്റി, ജാമ്യം പോലും കിട്ടാത്ത വകുപ്പാക്കി മാറ്റി. അപ്പോൾ ആൾക്കാർ വേട്ടയാടിക്കൊണ്ടിരുന്ന ആൾക്കാർ വേട്ടയാടുന്നതിൽ നിന്ന് പിന്തിരിയാൻ അത് ചിലപ്പോൾ സഹായിച്ചേക്കും. അങ്ങനെ എനിക്ക് സൈറ്റിൽ കൊണ്ടുവന്ന എന്തൊക്കെ മാറ്റങ്ങൾ, അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവന്നിട്ടോ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്താലും ആ ഇനിഷ്യേറ്റീവുകളെയാണ് ഇൻ സിറ്റു കൺസർവേഷൻ എന്നതിനുള്ളിൽ പെടുത്താനായിട്ട് എനിക്ക് സാധിക്കാം. ഇനി അതൊന്ന് വായിക്കാം. It is the methods of conserving all the living species, especially the wild and endangered species, in their natural habitats and environment. അല്ലേ? യെസ്. അപ്പോൾ ഈ പറയുന്ന സ്പീഷീസുകളെ അവയുടെ തന്നെ നാച്ചുറൽ ഹാബിറ്റാറ്റിലും നാച്ചുറൽ എൻവയോൺമെൻറ്റിലും എന്ന രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ്, കൺസർവിങ് സ്റ്റെപ്സാണ് ഇൻ സിറ്റു കൺസർവേഷൻ. ഇൻ സിറ്റു കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഇൻക്ലൂഡ്സ്, ഉദാഹരണം നോക്കിയാൽ നമ്മുടെ ബയോസ്ഫിയർ റിസർവുകൾ, ദേശീയ ഉദ്യാനങ്ങൾ, നാഷണൽ പാർക്കുകൾ, വന്യജീവി സങ്കേതങ്ങൾ, ഓക്കെ, ഇതെല്ലാം ഇതിന് ഉദാഹരണമാണേ നമ്മുടെ ഇൻ സിറ്റു കൺസർവേഷൻ. ഇതെല്ലാം കാരണം ഞാൻ ഈ പറയുന്ന നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയൊരു സ്ഥലത്തല്ലല്ലോ നാഷണൽ പാർക്ക് വരിക. നാഷണൽ പാർക്ക് സ്വാഭാവികമായിട്ടുള്ളൊരു കാടാണ്. വന്യജീവി സങ്കേതം അതൊരു സ്വാഭാവികമായിട്ട് നിലവിലുള്ളൊരു കാടാണ്. ഞാൻ അതിനകത്തേക്ക് ചില കൺസർവേഷൻ മെത്തേഡ്സ് കൊണ്ടുവരുന്നു, അതിനെ ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടാക്കി പ്രഖ്യാപിക്കുന്നു, അല്ലെങ്കിൽ ഒരു വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിക്കുന്നത് വഴി എനിക്ക് വന്യജീവി സംരക്ഷണ നിയമപ്രകാരമുള്ള നിയമങ്ങൾ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടും. ആൾക്കാർക്ക് അനന്തരിതമായിട്ട് കയറാനോ അല്ലെങ്കിൽ ഈ പറയുന്ന മൃഗങ്ങൾക്ക് പുറകെ പോകാനോ ഒന്നും പറ്റത്തില്ല എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് എനിക്ക് അവയുടെ സ്വാഭാവിക എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ ഹാബിറ്റാറ്റിൽ തന്നെ സംരക്ഷിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതിനെയാണ് ഇൻ സിറ്റു കൺസർവേഷൻ എന്ന് പറയുക. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? യെസ്. 2 എക്സിറ്റു കൺസർവേഷനാണ്. എന്തായിരിക്കും എക്സിറ്റു എന്ന് പറയുന്നത്? ഓഫ് സൈറ്റ് ആണ്, സൈറ്റിലല്ല.
അതായത് ചില ഈ ജീവജാലങ്ങളുടെ കാര്യത്തിൽ നമ്മൾ അവയുടെ സംരക്ഷണം ചെയ്യാൻ വൈകിപ്പോയി എന്ന് കരുതാം. ഫോർ എക്സാമ്പിൾ കടുവകൾ, 25 കടുവകൾ ഉണ്ടായിരുന്ന ഒരു കാട്ടിൽ 2 കടുവകൾ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. ബാക്കി കടുവകൾ 23 എണ്ണവും ചത്തുപോയി. അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഇവിടെ കടുവകൾക്ക് നാശനഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സംരക്ഷണത്തിൻ്റെ ആവശ്യകതയുണ്ടെന്നും. 25 കടുവകൾ ഉണ്ടായിരുന്നിടത്തു നിന്ന് 2 കടുവകളായിട്ട് മാറിയപ്പോൾ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള, വളരെ സീരിയസ് ആയിട്ടുള്ള എന്തോ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് അവിടെ കടുവകൾ മരണപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ 2 കടുവകളെ സംരക്ഷിക്കുന്നതിന് എനിക്ക് അവയുടെ ഈ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ എന്തെങ്കിലും ചെറിയ മാറ്റം കൊണ്ടുവന്നാൽ ഒരു പക്ഷേ സാധിച്ചു കൊള്ളണമെന്ന് നിർബന്ധമില്ല. കാരണം വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ അവിടെ ഉണ്ടായിരിക്കണം. ആ ഇഷ്യൂവിനെ ടാക്കിൾ ചെയ്യാൻ എനിക്ക് വളരെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഇൻസിറ്റു മെഷേഴ്സ് കൊണ്ട് ചിലപ്പോൾ സാധിക്കില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എനിക്കിവയെ അവയുടെ സ്വാഭാവിക സസ്യപ്രകൃതിയിൽ നിന്നെടുത്ത് മാറ്റി ഒരു പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റിൽ കൊണ്ടുവന്ന് സംരക്ഷിക്കേണ്ട സാഹചര്യം വരും. അതായത് അവയെ പിടിച്ചുകൊണ്ട് ഞാൻ വേറൊരു സ്ഥലത്ത് കൊണ്ടുവന്നിടും, അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിന്ന് മാറ്റും. പക്ഷേ അവരുടെ നല്ലതിന് വേണ്ടിയാണ് നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിന്ന് മാറ്റി അവരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് അവയിലെ മാറ്റങ്ങൾ പരിശോധിച്ച് അവർക്ക് വേണ്ട മെഡിക്കൽ അറ്റൻഷൻ കൊടുത്ത് അവരുടെ ജീവൻ നിലനിർത്തിയിട്ട് പതുക്കെ അവരെ അപ്ഗ്രേഡ് ചെയ്ത് പൂർണ്ണ ആരോഗ്യവാന്മാരും ആരോഗ്യവതികളും ഒക്കെ ആക്കി തിരികെ വനത്തിൽ നിക്ഷേപിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കൺസർവേഷൻ മെത്തേഡിനെയാണ് ഞാൻ എക്സിറ്റ് കൺസർവേഷൻ എന്ന് പറയുക. ഉദാഹരണത്തിന് നമ്മൾ ഈ നമീബിയയിലെ ചീറ്റാസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അതിനകത്ത് 1-2 ഒരു ചീറ്റ പ്രസവിച്ച് 3-4 ചീറ്റ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് 2-3 കുഞ്ഞുങ്ങളും ചീറ്റ കുഞ്ഞുങ്ങളും ചത്തുപോയി. ഇപ്പോൾ 4ാമത്തെ കുഞ്ഞിനെയും അങ്ങനെ തന്നെ സ്വാഭാവിക സസ്യപ്രകൃതിയിൽ വളരാൻ അനുവദിച്ചാൽ അതും ചത്തുപോകുമെന്ന് കണ്ട അധികൃതർ ഈ 4ാമത്തെ ചീറ്റ കുഞ്ഞിനെ എക്സിറ്റ് കൺസർവേഷന് വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്നു, കാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു കൺസർവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് എക്സിറ്റ് കൺസർവേഷനാണ്. കാരണം ഇതും ഈ 4ാമത്തെ കുഞ്ഞും ആ സ്വാഭാവിക സസ്യപ്രകൃതിയിൽ നിന്ന് കഴിഞ്ഞാൽ അത് മരിക്കും. ആ സ്വാഭാവിക ഹാബിറ്റാറ്റിലാണെങ്കിൽ അതും ചത്തുപോകും എന്ന ബോധ്യം ആർക്കുണ്ട്? പിന്നെ അതോറിറ്റീസിനുണ്ടായതുകൊണ്ടാണ് അതോറിറ്റീസ് എന്ത് ചെയ്തത്, അതിനെ എടുത്തു മാറ്റി ഒരു കൺസർവ്ഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്, ഒരു പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റിലേക്ക് കൊണ്ടുവന്ന് ഒരു കൂട്ടിനകത്തിട്ട് വളർത്തി ആവശ്യത്തിനുള്ള പോഷകാഹാരങ്ങളൊക്കെ കൊടുത്ത് വളർത്തും. കാട്ടിനകത്ത് നമുക്ക് പോഷകാഹാരം കൊടുക്കാൻ പറ്റില്ലല്ലോ. കാട്ടിനകത്ത് തന്നെത്താൻ ഇര തേടി വേട്ടയാടി കണ്ടെത്തേണ്ടതൊക്കെയാണ്. ആ നാച്ചുറൽ ലിവിങ് അത് പരിശീലിക്കേണ്ടതാണ്. അപ്പോൾ കാട്ടിനകത്ത് ചിലപ്പോൾ 2-3 ദിവസം ഭക്ഷണം കിട്ടാണ്ടൊക്കെ കിടക്കേണ്ടി വരും ഇവരെ. പക്ഷേ ഞാനിതിനെ എടുത്തൊരു കൂട്ടിനകത്തിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പുവരുത്താൻ പറ്റും, അറ്റ്ലീസ്റ്റ് ഇവർ എല്ലാ ദിവസവും പ്രോപ്പർലി ഫെഡാണ്, അല്ലെങ്കിൽ പ്രോപ്പർലി ഭക്ഷണം അവർക്ക് കിട്ടുന്നുണ്ട്, അവരുടെ ന്യൂട്രിയൻ റിക്വയർമെൻറ്റ്സ് അവർക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നെങ്കിലും എനിക്ക് മേക്ക് ഷുവർ ചെയ്യാനായിട്ട് പറ്റും. അത് കാണുകയാണ്, ഞാൻ നേരിട്ട് നിന്ന് കാണുകയാണ്. കാട്ടിനകത്ത് അത് പോസിബിൾ അല്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അഡ്വാൻറ്റേജ് എക്സിറ്റുവിനുണ്ട്. പക്ഷേ എക്സിറ്റ് കൺസർവേഷൻ ഒരിക്കലും ആദ്യം നമ്മൾ എടുക്കുന്ന റിസോർട്ടല്ല, അത് അവസാനത്തെ ഒരു ലാസ്റ്റ് റിസോർട്ടായിട്ട് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യാറുള്ളൂ. കാരണം എപ്പോഴും നാച്ചുറൽ ഹാബിറ്റാറ്റിൽ തന്നെത്താൻ അഡാപ്റ്റ് ചെയ്യാനായിട്ട് എല്ലാ സസ്യജാലങ്ങളും ജീവജാലങ്ങളും പരീക്ഷിക്കേണ്ടതും പരിശ്രമിക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. അത് നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ മാത്രം നമ്മൾ എക്സിറ്റ് ചെയ്യാം. പിന്നെ മറ്റ് ചില ആവശ്യങ്ങളുണ്ട് എക്സിറ്റ് കൺസർവേഷനും. ഫോർ എക്സാമ്പിൾ പുതിയ പഠനങ്ങൾ നടത്തുന്നതിന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പീഷീസിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ സ്പീഷീസിന് വരുന്ന രോഗാവസ്ഥയെ പറ്റിയിട്ട് പഠിക്കുന്നതിന്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വാക്സിനോ അല്ലെങ്കിൽ ഒരു മറുമരുന്നോ ഒക്കെ നിർമ്മിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നമുക്ക് പല സ്പീഷീസുകളെയും ഇതുപോലുള്ള സംവിധാനങ്ങളിലുള്ളിൽ കൊണ്ടുവന്ന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട സാഹചര്യമൊക്കെ വന്നിരിക്കും. അതിനും നമ്മൾ ഈ എക്സിറ്റ് കൺസർവേഷൻ ഉപയോഗിക്കാറുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മെത്തേഡ്സ് ഓഫ് കൺസർവിങ് ഓൾ ദ ലിവിങ് സ്പീഷീസ് ഇൻ ദി ആർട്ടിഫിഷ്യൽ ഹാബിറ്റാറ്റ്. ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആർട്ടിഫിഷ്യൽ ഹാബിറ്റാറ്റ്സ് ദാറ്റ് റിഫ്ലക്ട്സ് ദർ നാച്ചുറൽ ലിവിങ് ഹാബിറ്റ്സ്. അത് അവരുടെ നാച്ചുറൽ ലിവിങ് ഹാബിറ്റാറ്റ് പോലെ എന്ന് തോന്നിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ കണ്ടീഷനിൽ വെർ വി ഹാവ് കംപ്ലീറ്റ് ഫ്രീഡം ഓൺ ദെയർ കൺട്രോൾ. അവരെ പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്യുന്ന, അവരുടെ കൺട്രോളിന്മേൽ ഒരു പൂർണ്ണ ഫ്രീഡം നമുക്കുണ്ടാകുന്ന സാഹചര്യത്തിലാണ് എക്സിറ്റ് കൺസർവേഷൻ. ഉദാഹരണം നമ്മുടെ സൂ അല്ലേ, സൂ ഉണ്ട്, ബൊട്ടാണിക്കൽ ഗാർഡൻസ് ഉണ്ട്, അക്വേറിയംസ് ഉണ്ട്, ക്രയോ പ്രിസർവേഷൻസ്, DNA ബാങ്കുകൾ, ഇവയെല്ലാം എക്സിറ്റ് കൺസർവേഷൻ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് സൂ നമുക്കറിയാം, ആനിമൽസിനെ കൊണ്ടുവന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ബൊട്ടാണിക്കൽ ഗാർഡനുകൾ അറിയാം, നമുക്ക് പാലോട് വളരെ ഫേമസ് ആണ്. പാലോട്, തിരുവനന്തപുരം ജില്ലയിൽ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു ഗാർഡനുണ്ട്. ജവഹർലാൽ നെഹ്റുവിൻ്റെയൊക്കെ പേരിൽ അറിയപ്പെട്ടിരുന്നൊരു ബൊട്ടാണിക്കൽ ഗാർഡനാണ്. വളരെ പ്രസിദ്ധമായൊരു ബൊട്ടാണിക്കൽ ഗാർഡനാണ്. ഇഷ്ടംപോലെ സസ്യജാലങ്ങളെയും മറ്റും അവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല കേരളത്തിൽ പിക്ചർ പ്ലാന്റിനെ പരീക്ഷണാടിസ്ഥാനത്തിൽ കൺസർവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്ന ബൊട്ടാണിക്കൽ ഗാർഡനും ഒക്കെ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ. പിക്ചർ പ്ലാന്റ് ഇല്ലേ, പിക്ചർ പ്ലാന്റ്, ജീവജാലങ്ങളെ പിടിച്ച് തിന്ന് ജീവിക്കുന്ന പ്ലാന്റ്, ആ പിക്ചർ പ്ലാന്റ് ഞാനൊക്കെ പോയിട്ടുണ്ട്. ഞാൻ പോയി പിക്ചർ പ്ലാന്റ് അവിടെ കണ്ടിട്ടും ഒക്കെ ഉണ്ട്. നേരിട്ട് പരീക്ഷണാടിസ്ഥാനത്തിലൊക്കെ അവിടെ പടർത്തിയിട്ടിരിക്കുന്ന കണ്ടിട്ടും ഒക്കെ ഉണ്ട്. ഒരു വള്ളിപ്പടർപ്പാണ് കേട്ടോ പിക്ചർ ചെടി എന്ന് പറയുന്നത്. ഒരു വള്ളിപ്പടർപ്പ് പോലെ ഇങ്ങനെ പടർന്നു പോകുന്നൊരു സംവിധാനമാണ് പിക്ചർ പ്ലാന്റ്. എന്നിട്ട് രസമാണ്. എനിഹൗ, അപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻസ് ഉണ്ട്, സൂ ഉണ്ട്, അതുപോലെ ക്രയോ പ്രിസർവേഷൻസ് ഉണ്ട്. എന്താ ക്രയോ പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ചോദ്യമാണ്. ക്രയോ പ്രിസർവേഷൻ, നമുക്ക് ഈ ക്രയോ എന്ന വാക്കിനർത്ഥം
എക്സ്ട്രീംലി ലോ ടെമ്പറേച്ചർ എന്നാണ് കേട്ടോ. എക്സ്ട്രീംലി ലോ ടെമ്പറേച്ചർ എന്നാണ് ക്രയോ എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ക്രയോ പ്രിസർവേഷൻ എന്ന് എക്സ്ട്രീംലി ലോ ടെമ്പറേച്ചറിൽ കൊണ്ടുപോയി പ്രിസർവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജീനുകളും മറ്റുമൊക്കെ അല്ലെങ്കിൽ എഗ്സ്, സ്പേം ഇങ്ങനെയൊക്കെ ജീവജാലങ്ങളെ നിലനിർത്തുന്നതിനാവശ്യമായ അല്ലെങ്കിൽ മറ്റൊരു ജനറേഷനെ നിലനിർത്തുന്നതിനാവശ്യമായിട്ടുള്ള ബേസിക് കോൺസ്റ്റിറ്റ്യുവൻസിനെ ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവയെ എക്സ്ട്രീംലി ലോ ടെമ്പറേച്ചറിൽ ഫ്രീസ് ചെയ്ത് കൺസർവ് ചെയ്യാറുണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് ഈ ക്രയോ പ്രിസർവേഷൻ എന്നൊക്കെ പറയുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ജുറാസിക് പാർക്ക് സിനിമയ്ക്കകത്ത് പോലും ഈ പറയുന്ന എഗ്സ്, ഡൈനോസോഴ്സിൻ്റെ എഗ്സൊക്കെ ഇതുപോലെ പ്രിസർവ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതെടുത്തുകൊണ്ട് ഒരാൾ പോകുന്നതും അതിനെ വിൽക്കാൻ വേണ്ടി ബ്ലാക്ക് മാർക്കറ്റ് വിൽക്കാൻ വേണ്ടി ഒരാൾ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അപകടത്തിൽപ്പെടുന്നതൊക്കെ നമ്മൾ ആദ്യത്തെ ജുറാസിക് പാർക്ക് ഫസ്റ്റ് സിനിമയ്ക്കകത്തൊക്കെ കാണും. അപ്പോൾ ഇതാണ് ഈ DNA ബാങ്കിലെ ക്രയോ പ്രിസർവേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എക്സിറ്റും ആണല്ലോ. ഇതൊന്നും നമ്മൾ ഇൻസൈറ്റിൽ പോയി ചെയ്യുന്ന പരിപാടിയല്ല. ഇതെല്ലാം ഒരു ലബോറട്ടറി, ഒരു കൺട്രോൾഡ് എൻവയോൺമെൻറ്റിൽ മനുഷ്യൻ്റെ പൂർണ്ണ കൺട്രോളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. ബൊട്ടാണിക്കൽ ഗാർഡൻ ആയിക്കോട്ടെ, സൂ ആയിക്കോട്ടെ, അല്ലേ? സൂ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് അതുപോലെ സൂ ഉണ്ട്, മ്യൂസിയം ഉണ്ട്, സൂ ഉണ്ട്. അപ്പോൾ സൂവിൽ പോയി കഴിഞ്ഞാൽ ആനിമൽസിനെ അവിടെ ഇട്ടിരിക്കുന്നത് കാണാൻ പറ്റും. ആനിമൽസിനെ ഇപ്പോൾ ഭക്ഷണം കൊടുക്കണം, ആനിമൽസിനെ ഇപ്പോൾ കുളിപ്പിക്കണം, ആനിമൽസിനെ ഇപ്പോൾ വെള്ളം കൊടുക്കണം, ഇതൊക്കെ മനുഷ്യനാണ് തീരുമാനിക്കണേ. മനസ്സിലായില്ലേ? ഈ ആനിമൽസിൻ്റെ ഇഷ്ടത്തിനല്ല കഴിക്കുക. നമ്മൾ പിന്നെ കടുവയെ പ്രൊട്ടക്റ്റ് ചെയ്യും, നമ്മൾ ഇറച്ചിയിട്ട് കൊടുക്കുമ്പോൾ കടുവ കഴിക്കും. ഇന്നത്തെ ദിവസം കടുവയ്ക്ക് ഇറച്ചി കൊടുക്കേണ്ടെന്ന് തീരുമാനിക്കുന്നത് കടുവയ്ക്ക് കിട്ടത്തില്ല. കടുവയ്ക്ക് വേട്ടയാടി കഴിക്കാനുള്ള ഓപ്ഷൻ അവിടെ ഇല്ല, കൂട്ടിനകത്ത് കിടക്കുന്ന കടുവയാണ്. ശരിയല്ലേ? അപ്പോൾ അതുപോലെ അതാണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുക. ഓക്കെ അല്ലേ? സെറ്റ്. അപ്പോൾ ഇതാണ് ഇൻസിറ്റു, എക്സിറ്റു എന്ന രണ്ട് രീതിയിൽ നമ്മൾ കൺസർവേഷൻ പറയാം. ഇതിന് ഉദാഹരണങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കണം. പല ചോദ്യപേപ്പറുകളിലും എക്സിറ്റുവിൻ്റെയും ഇൻസിറ്റുവിൻ്റെയും ഉദാഹരണങ്ങളെന്ന രീതിയിൽ നേരിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. സോ ഉദാഹരണങ്ങളാൽ വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്, അതിന് പരമാവധി ഇമ്പോർട്ടൻസ് കൊടുക്കുക. ക്രയോ പ്രിസർവേഷൻ എന്താണെന്ന് എഴുതിയിരിക്കുന്നതാണ്. ക്രയോ പ്രിസർവേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് പ്രിസർവിങ് ലിവിങ് സെൽസ് by controlled cooling to cryogenic temperatures, where chemical reactions are slowed down to an extent that cells can be preserved for a very long period. നമ്മൾ ഫ്രിഡ്ജിനകത്ത് ഓരോ സാധനങ്ങൾ കൊണ്ടുവയ്ക്കുന്നതിനൊക്കെ തുല്യമായ സിറ്റുവേഷൻ തന്നെയാണ്. ക്ലിയർ അല്ലേ? സെറ്റ്. ഓക്കെ, മുന്നോട്ട് പോകാം. യെസ്. അപ്പോൾ നമുക്ക് നോക്കട്ടെ നമ്മുടെ ചുറ്റുപാടുകളിലും എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നമുക്ക് എണ്ണമിട്ട് പറയാൻ പറ്റും. ശരി, അപ്പോൾ നമുക്ക് വിൽ ലുക്ക് ഇൻ ടു ദി എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ്. സോ ദർ ആർ ന്യൂമറസ് കാറ്റഗറീസ്, അല്ലേ? ഒരുപാട് കാറ്റഗറിയിൽ നമുക്ക് ഹസാർഡുകൾ പറയാൻ പറ്റും. ഫിസിക്കൽ ഹസാർഡ്സ് ഉണ്ട്, ബയോളജിക്കൽ ഹസാർഡുകളുണ്ട്, കെമിക്കൽ ഹസാർഡ്സ് ഉണ്ട്, കൾച്ചറൽ അല്ലെങ്കിൽ പ്രാക്ടീസ് റിലേറ്റഡ് ഹസാർഡുകളുണ്ട്. എന്തെങ്കിലും ഒരു പ്രവൃത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതി ഫോളോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കൾച്ചറുകളുണ്ട്. സോഷ്യൽ ഹസാർഡ്, നമ്മൾ പൊതുവേ എപ്പോഴും ഈ പറയുന്ന കെമിക്കൽ, ബയോളജിക്കൽ, ഫിസിക്കൽ ഹസാർഡുകളൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ പൊതുവേ പറഞ്ഞ് കേട്ടിട്ടുള്ളതെങ്കിലും ശരിക്കും പറയാം പ്രകൃതിയെ ബാധിക്കുന്നത് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പിന്നെ 3 പേരെ തന്നെ പ്രധാനമായിട്ട് കണക്ക് കൂട്ടിയാൽ മതിയാവും. കൾച്ചറൽ അല്ലെങ്കിൽ പ്രാക്ടീസ് റിലേറ്റഡ് ഹസാർഡുകളിൽ കൂടി നമുക്ക് പറയാം. പിന്നെയുള്ള ചില സോഷ്യൽ ഹസാർഡ്, അത് ഡയറക്റ്റ് നമുക്ക് ഇതുമായി ബന്ധം വരുന്നില്ല എന്നാൽ കൂടിയും ഇൻഡയറക്ട്ലി കണക്ഷൻ ഉണ്ട് താനും. ഇതൊക്കെ ഹസാർഡുകളാണ്. ഫിസിക്കൽ ഹസാർഡുകൾ നോക്കിയാൽ ഫിസിക്കൽ ഹസാർഡ് ഇസ് എ ടൈപ്പ് ഓഫ് ഒക്കുപ്പേഷണൽ ഹസാർഡ് ദാറ്റ് ഇൻവോൾവ്സ് എൻവയോൺമെൻറ്റൽ ഹസാർഡ് ദാറ്റ് ക്യാൻ കോസ് ഹാം വിത്ത് ഓർ വിത്തൗട്ട് കോൺടാക്റ്റ് ഇല്ലാതെയോ ഒക്കെ തന്നെ വരുന്ന ഫിസിക്കലി ഭൗതികമായി നമുക്ക് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹസാർഡുകളാണ്. ലൈക്ക് കോസ്മിക് റേസ്, ഡ്രോട്ട്, വരൾച്ച, ഭൂചലനം, ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങൾ, ഇലക്ട്രോണിക് വേസ്റ്റ്, ഫ്ലഡ് ഉണ്ടാവുന്ന കണ്ടീഷൻസ്, ഫോഗ്, ലൈറ്റ് പൊല്യൂഷൻസ്, ലൈറ്റ്നിങ്, നോയിസ് പൊല്യൂഷൻസ്, UV ലൈറ്റിങ്, വൈബ്രേഷൻസ് ഉണ്ടാവുക, എക്സ്റേസ് ഉണ്ടാവുക. ഓക്കെ, ഇതെല്ലാം ഒരു രീതി അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഹാം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. കെമിക്കൽ ഹസാർഡ് ഓൺ ദി അതർ ഹാൻഡ് ഭൗതിക മാറ്റം അല്ല, രാസകരമായിട്ടുള്ളൊരു മാറ്റത്തിന് വഴിയൊരുക്കിക്കൊണ്ടുള്ള പിന്നെ ഹസാർഡുകളെയാണ് നമ്മൾ കെമിക്കൽ ഹസാർഡ്സ് എന്ന രീതിയിൽ നമ്മൾ വിളിക്കുക. എല്ലാ ഹസാർഡ്സ് ഇൻ ദിസ് കാറ്റഗറി മെയിൻലി ആന്ത്രോപോജനിക്. ശരിയല്ലേ? കെമിക്കൽ ഹസാർഡുകളിൽ ഒട്ടുമുക്കാലും ആന്ത്രോപോജനിക്, അതായത് ഇപ്പം മറ്റതിനകത്ത് ലൈറ്റ്നിങ്, എർത്ത് എന്നൊക്കെ പറയുന്നതിനകത്ത് എല്ലാം ലൈറ്റ്നിങ് ഒന്നും മനുഷ്യനായിട്ട് ഇടപെട്ടിട്ടുണ്ടാക്കുന്ന അല്ലല്ലോ. പക്ഷേ ഇവിടെ കെമിക്കൽ ഹസാർഡ്സ് ആന്ത്രോപോജനിക് എന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹ്യൂമൻ കൺസംപ്ഷൻ ആൻറ്റിബയോട്ടിക് ആയിട്ടുള്ള ഏജൻറ്റ്, ആർസനിക്, ഫ്രഷ് വാട്ടർ സോഴ്സിനെ മീൻസ് കണ്ടാമിനേറ്റ് ചെയ്യുന്ന ആസ്ബസ്റ്റോസ്, അതുപോലെ കാർസിനോജൻസ്, DDT, ഡൈഫീനൈൽ ട്രൈക്ലോറോ ഇത്തേൻ എന്ന് പറയുന്ന DDT, നമ്മൾ ഉറുമ്പ് പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് ഉപയോഗിക്കുന്ന പരിപാടിയില്ല. ഇപ്പോൾ ഉറുമ്പ് പൊടിയൊന്നും അങ്ങനെ ഇങ്ങനെ വ്യാപകമായിട്ട് പണ്ട് കിട്ടുന്ന പോലെ നിന്ന് കിട്ടില്ല. കാരണം ഇതൊരു വലിയ ഒരു കെമിക്കൽ ത്രെറ്റാണ് DDT. ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുമ്പോൾ ഡിസോൾവ് ചെയ്ത് ഈവൻ DDT എന്താ പറയുക കുറേ വർഷം, 100 കണക്കിന് വർഷം എടുത്തിട്ടാണ് ഒന്ന് ഡീജനറേറ്റ് ചെയ്ത് പോവുക. അപ്പോൾ പണ്ടൊക്കെ ആൾക്കാർ ചെടിയൊക്കെ നടുമ്പോഴേ ഈ
മുളകോ അല്ലെങ്കിൽ ഈ പറയുന്ന മാതിരി തക്കാളിയോ വെണ്ടയ്ക്കയോ ഒക്കെ പോലുള്ള പച്ചക്കറികളൊക്കെ നടുന്ന സമയത്തൊക്കെ ഉറുമ്പ് വരും ഇതിനകത്ത്. ഈ ചെടിയിൽ ഉറുമ്പ് വരും. ഉറുമ്പ് വന്ന് ചെടിയിലെ ഇല കഴിക്കുക, കായ്ഫലങ്ങളെ കഴിക്കുക ഒക്കെ ചെയ്യും ഉറുമ്പ് വന്നിട്ട്. ഉറുമ്പിനെ ഓടിക്കാൻ വേണ്ടി പണ്ട് പലരും ഉപയോഗിച്ചിരുന്നൊരു പരിപാടിയാണ് ഈ ഉറുമ്പ് പൊടി വിതറുക. DDT പൗഡർ ചെടികൾക്ക് ചുവട്ടിലൊക്കെ വിതറും. അപ്പോൾ ഇതുപോലൊരു അബദ്ധം വേറെ ഇല്ല എന്നുള്ളതാണ് കാര്യം. ഈ DDT ഇങ്ങനെ ചെടികൾക്ക് ചുവട്ടിൽ വിതറി കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് പിന്നെ വെള്ളം ഒഴിക്കുകയൊക്കെ ചെയ്യുമല്ലോ, ചെടി വളരാനായിട്ട്. വെള്ളം ഒഴിക്കില്ലെങ്കിൽ മഴ പെയ്തിട്ട് വെള്ളം കിട്ടുകയൊക്കെ ചെയ്യുമ്പോൾ DDT നമ്മൾ കാണില്ല. ബിക്കോസ് ദിസ് DDT വിൽ ബി എന്താ പറയുക, ഈ വെള്ളവുമായിട്ട് ചേർന്ന് മണ്ണിനടിയിലേക്ക് പോയിട്ടുണ്ടാകും. ഈ ഒഴിക്കുന്ന വെള്ളം DDTയുമായി കലർന്ന് നിൽക്കുന്ന ഈ വെള്ളമാണ് ആര് വലിച്ചെടുക്കുന്നത്? ഭക്ഷണം പ്രിപ്പയർ ചെയ്യാൻ ഈ ചെടികൾ തന്നെ വലിച്ചെടുക്കുന്നത്. ഇതേ വെള്ളം ഈ ചെടികൾ വലിച്ചെടുക്കുന്ന സമയത്ത് ഈ ചെടികളിലൂടെ തന്നെ, ഈ വെള്ളത്തിലൂടെ തന്നെ DDTയുടെ എല്ലാ മോളിക്യൂൾസും ചെടികളിലെ ഓരോ സിരകളിലേക്ക് എത്തുന്നുണ്ട്. അവിടെ നിന്ന് ഇത് ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന കായ്ഫലങ്ങളിലും ഭക്ഷണങ്ങളിലും ഈ DDTയുടെ അംശമുണ്ട്. അപ്പം നിങ്ങൾ അതിനെ വെട്ടിയിട്ട് ഞാൻ വീട്ടിലുണ്ടാക്കിയ ജൈവ പച്ചക്കറിയാണെന്ന് പറഞ്ഞിട്ട് ഭക്ഷിക്കാൻ കൊടുക്കുമ്പോൾ നിങ്ങൾ വിഷം കൊടുക്കുന്നതിന് തുല്യമാണ്. DDT കഴിക്കാൻ കൊടുക്കുന്ന പോലെയാണ്. അത്രയും ക്വാണ്ടിറ്റി ഇല്ലാന്നേ ഉള്ളൂ. പക്ഷേ ഇത് സ്ഥിരം കൺസ്യൂം ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം DDTയുടേതായ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടേണ്ടി വരും. ആരോഗ്യ പ്രശ്നങ്ങൾ, ഫംഗിസൈഡ്സ്, എക്സ്പ്ലോസീവ് മെറ്റീരിയൽസ്, ഹാലോ ആൽക്കൈൻസ്, ഹെവി മെറ്റൽസ്, ഹെർബിസൈഡുകൾ, ഹോർമോണുകൾ എന്നിവയെല്ലാം, അതുപോലെ ലെഡ്, മറൈൻ ഡെബ്രി, മെർക്കുറി, മ്യൂട്ടാജൻസ്, പെസ്റ്റിസൈഡ്സ്, റൈഡോൺ, സോയിൽ പൊല്യൂഷൻസ്, ടൊബാക്കോ സ്മോക്കിംഗ്, ഇതൊക്കെ എല്ലാം കെമിക്കൽ ചേഞ്ചസ് വരുത്തുന്നല്ലേ. ടോക്സിക് വേസ്റ്റ് വരുന്ന എല്ലാം കെമിക്കൽ ചേഞ്ചസിന് കാരണമാകുന്ന സംവിധാനങ്ങളാണ്. നമ്മൾ ഈ മനുഷ്യൻ്റെ ആരോഗ്യത്തിനെ സംബന്ധിച്ച കാര്യം ജസ്റ്റ് സൂചിപ്പിച്ചതുകൊണ്ട് പൊതുവേ ഈ പല കെമിക്കൽ സബ്സ്റ്റൻസസ് ഉപയോഗിക്കുന്നത് വഴി, അല്ലെങ്കിൽ പല കെമിക്കൽ സബ്സ്റ്റൻസും നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന ഡിസീസസ് പൊതുവേ ചോദ്യങ്ങളിൽ നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെർക്കുറി പോയിസണിങ് വഴി ഉണ്ടാകുന്ന ഡിസീസാണ് മീനമാത്ത ഡിസീസ്, അതുപോലെ മാഡ് ഹാറ്റർ സിൻഡ്രം എന്നൊക്കെ പറയുന്നത് മെർക്കുറി പോയിസണിങ്. ലെഡ് അമിതമായി, ലെഡൊക്കെ നമ്മുടെ കുടിക്കുന്ന വെള്ളത്തിലൊക്കെ ഉണ്ടാവാം. ലെഡ് കണ്ടാമിനേഷൻ കൂടുതലുണ്ടാകുന്ന ഈ വാട്ടർ ബോഡികളിൽ മറ്റു വയ്ക്കുന്നത്. നമ്മൾ വെള്ളം കൺസപ്ഷന് വേണ്ടി എടുക്കുന്ന വെള്ളം എവിടെ നിന്നാണോ ആ വാട്ടർ ബോഡി ആണ് പ്രധാനമായിട്ടും ലെഡൊക്കെ കിട്ടുക. ബ്രെയിൻ ഡാമേജിനും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഒക്കെ ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. തലച്ചോറിനെ ബാധിക്കുക ലെഡ്. കാഡ്മിയം, ഇത്തായി ഡിസീസ്, ആർസനിക്, മീസ്ലൈൻസ്, ബെൻസീൻ, ട്രാൻസ്വേഴ്സ് മൈലറ്റിസ് എന്ന് പറയുന്ന ബ്രെയിൻ റിലേറ്റഡ് ആയിട്ട് തന്നെ വരുന്ന മറ്റൊരു ബുദ്ധിമുട്ട്. അതുപോലെ ആസ്ബെസ്റ്റോസ്, ക്രോണിക് ലങ് ഡിസീസ് എന്നാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരു പേരും പറയാറുണ്ട് അതിനെ, ആസ്ബെസ്റ്റോസിസ് എന്നും പറയാറുണ്ട്. ആസ്ബെസ്റ്റോസിസ് എന്നും പറയാറുണ്ട്. അതുപോലെ റെയ്ഡോൺ, ലങ് ക്യാൻസറിന് കാരണമാകും. അപ്പോൾ ഇങ്ങനെയുള്ള ചില പോയിസണിങ് ഡിസീസസും ഉണ്ട്. പിന്നെ ഉള്ളത് ബയോളജിക്കൽ ഹസാർഡ്സ് ആണ്, അല്ലേ. അതായത് ബയോ ഹസാർഡ്സ് എന്നറിയപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ ബയോളജിക്കൽ സബ്സ്റ്റൻസസ് ആണ്. നമ്മുടെ ലിവിങ് ഓർഗാനിസങ്ങൾക്കോ ഹ്യൂമൻ ഹെൽത്തിനോ അല്ലെങ്കിൽ ജനറലി നമ്മുടെ ലിവിങ് ഓർഗാനിസംസിന് ഏതെങ്കിലും തരത്തിൽ ത്രെറ്റ് വരാൻ സാധ്യതയുള്ള ത്രെറ്റാകുന്ന ബയോളജിക്കൽ ഓർഗാനിസങ്ങളെയൊക്കെയാണ് നമ്മൾ ബയോ ഹസാർഡ്സ് എന്ന രീതിയിൽ വിളിക്കുക, സബ്സ്റ്റൻസുകളെ. So this can include medical waste of samples of microorganisms, vaccines, വൈറസ്, ടോക്സിന്, ഇതെല്ലാം ഹ്യൂമൻ ബോഡി ഉൾപ്പെടെ ഹ്യൂമൻ ഹെൽത്തിനെ ഉൾപ്പെടെ ബാധിക്കുന്നതല്ലേ. ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ വേസ്റ്റിനകത്ത് ഉണ്ടാകുന്ന പല ബയോളജിക്കൽ എൻറ്റിറ്റീസ് ഉണ്ടാവും, വൈറസുകൾ ഉണ്ടാവും, ബാക്ടീരിയാസ് ഉണ്ടാവും. ഇതെല്ലാം ബയോളജിക്കൽ ഹസാർഡുകളാണ്. അലർജൻസ്, ആർബോ വൈറസ്, നമ്മളീ പഠിക്കുന്ന കോവിഡ് വൈറസ്, BSE, കോളറ, എബോള, ഏവിയൻ ഇൻഫ്ലുവൻസ, എപ്പിഡമിക്കുകൾ, പാൻഡമിക്കുകൾ, ഫുഡ് പോയ്സണിങ്, മലേറിയ, ഇതെല്ലാം ഇതിൻ്റെ ഗണത്തിൽപ്പെടും. കെമിക്കൽ ബുദ്ധിമുട്ടുകളുടെ ബയോളജിക്കൽ ഹസാർഡുകളുടെ ബുദ്ധിമുട്ടിൽപ്പെടും. പിന്നെ പറയുന്നത് സോഷ്യൽ ഹസാർഡാണല്ലേ. എ സോഷ്യൽ ഹസാർഡ് റെഫേഴ്സ് ടു ദ ത്രെറ്റ്സ് ടു ഹ്യൂമൻ ഹെൽത്ത്, വെൽബീയിങ് ആൻഡ് കമ്മ്യൂണിറ്റി സ്റ്റെബിലിറ്റി originating from social structures, institutional arrangements or behavioral dynamics rather than purely physical or technological. അതായത് നമ്മൾ പറയാറില്ല, നമ്മൾ ഒരാളുടെ ജീവനോ അല്ലെങ്കിൽ ഒരാളുടെ വെൽബീയിങ്ങിനോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ലിവിങ് സ്റ്റെബിലിറ്റിയോ ഒക്കെ ബാധിക്കുന്ന സോഷ്യൽ ബുദ്ധിമുട്ടുകളാണ് ഈ സോഷ്യൽ ഹസാർഡ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്ന ഇനീക്വാളിറ്റി പോലും ഒരു സോഷ്യൽ ഹസാർഡാണ്. പോവർട്ടി സോഷ്യൽ ഹസാർഡാണ്. വയലൻസ് സോഷ്യൽ ഹസാർഡാണ്, അല്ലേ. എക്സ്ക്ലൂഷൻ, ഒഴിവാക്കി നിർത്തുക, ഒരാളെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് സോഷ്യൽ ഹസാർഡാണ്. ഓക്കെ, അപ്പോൾ ഇതിനെയൊക്കെയാണ് നമ്മൾ ഈ സോഷ്യൽ ഹസാർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ അതിനെ നേരിട്ട് നമുക്ക് ഡയറക്റ്റ്ലി എൻവയോൺമെൻറ്റൽ പൊല്യൂഷനുമായിട്ടൊന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. പക്ഷേ ഇവയെല്ലാം ഇവൻച്വലി ഒരു ഇൻഡയറക്റ്റ് റിലേഷൻ ഉണ്ട് താനും, അല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല, ആവശ്യമില്ല. കൾച്ചറൽ അല്ലെങ്കിൽ പ്രാക്ടീസ് റിലേറ്റഡ് ഹസാർഡുകളുണ്ട്. ഇത് കുറച്ചുകൂടിയൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യവുമാണ്. അതായത് ട്രഡീഷൻസ്, വിശ്വാസങ്ങൾ, വിചാരങ്ങൾ, അല്ലെ, ആചാര അനുഷ്ഠാനങ്ങൾ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ പലപ്പോഴും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. നമ്മുടെ ലിവിങ് ബീയിങ്സിൻ്റെ ഒക്കെ സംരക്ഷണത്തെ പറയുന്നത് പണ്ട് ശരിക്കും പറഞ്ഞാൽ കുരുതി കൊടുക്കുന്ന പരിപാടികൾ,
അല്ലേ? പല സ്ഥലങ്ങളിലും കുരുതി കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ആടിനെ കുരുതി കൊടുക്കുക, കോഴിയെ കുരുതി കൊടുക്കുക, എന്തിന് മനുഷ്യക്കുരുതികൾ പോലും ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ. അത് പണ്ടൊക്കെ പ്രാക്ടീസുകളാണ്. ഇന്നൊരാളെ പിടിച്ച് കൊന്നുകളയാന്ന് പറയുന്നത് ഒരു ക്രൈമാണ്. ആരും ചെയ്യില്ല അങ്ങനെ ഇങ്ങനെയൊന്നും. പണ്ടൊരാളെ കൊല്ലുക എന്ന് പറയുന്നതിന് ഒരു ദിവ്യപ്രവർത്തനമായിട്ടൊക്കെ കണ്ടിരുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അതൊരു എന്തോ പവർ കിട്ടുന്ന, അല്ലെങ്കിൽ ആരെയൊക്കെയോ സംതൃപ്തിപ്പെടുത്തുന്ന ഒരു ഈവൻ്റാണ് കൊല നടത്തുക എന്ന് പറയുന്നത്. കൊല പബ്ലിക്കായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്ന സാഹചര്യങ്ങളുണ്ട്. കൊല നടക്കുന്ന സമയത്ത് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ചുറ്റും ആൾക്കാർ നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. മനുഷ്യനെ പോലും കുരുതി കൊടുക്കുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ഇതെല്ലാം എഴുതി വെക്കുന്നത് ഏതെങ്കിലുമൊക്കെ ആൾക്കാരാണ്. കുരുതി കൊടുത്താൽ ഇങ്ങനെ സംഭവിക്കും, നല്ലത് സംഭവിക്കും, മനുഷ്യക്കുരുതി നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പോലും എന്തിന് ഈ മോഡേൺ 20-ാം നൂറ്റാണ്ടിൽ പോലും നമ്മൾ പലയിടങ്ങളിലും കാണുന്നില്ലേ കുരുതി കൊടുത്തിട്ടുള്ള ഓരോ മന്ത്രവാദങ്ങളും ദുർമന്ത്രവാദങ്ങളും ഓരോ പലയിടങ്ങളിലും കാണുന്നു. മക്കളെ കുരുതി കൊടുക്കുന്നു സമ്പൽ സമൃദ്ധി നേടാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോലും നടന്ന സ്വന്തം ആലോചിച്ച് നോക്കുക. സ്വന്തം അച്ഛനും അമ്മയും തങ്ങളുടെ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി തങ്ങളുടെ സ്വന്തം മക്കളെ പോലും കുരുതി കൊടുക്കാൻ, കൊന്നുകളയാൻ, ബലി കൊടുക്കാൻ, അല്ലേ? നമ്മൾ പലപ്പോഴും അടുത്തിടെ പോലും കഴിഞ്ഞ വർഷം പോലും നമ്മളോരോ വാർത്തകളിൽ അത് നിറഞ്ഞു നിന്നെയാണ്, അല്ലേ? ബലി, മനുഷ്യബലി. അപ്പം ഇങ്ങനെയൊക്കെ പരിപാടികളൊന്നുമില്ല. ഇതെല്ലാം ഹസാഡുകളല്ലേ? ജീവനും ജീവിത സാഹചര്യത്തിനെയും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ലേ? ശരിയല്ലേ? ആണ്. ഓക്കെ. അതുപോലെ നമ്മുടെ ഭ്രൂണഹത്യ. ഇപ്പോൾ പെൺകുട്ടി ഉണ്ടാവുന്ന കുറേ കാലം മുമ്പ് അതൊന്നുമില്ല, അങ്ങനെയില്ല. പക്ഷെ എന്നാലും പണ്ട് കാലങ്ങളിൽ പെൺകുട്ടികളെ ബാധ്യതയായിട്ട് കാണുകയും ആൺകുട്ടികളെ സ്വത്തായി കാണുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ശരിയല്ലേ? പെൺകുട്ടികളെ ബാധ്യതയായി കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഉണ്ടായി വീണ്ടും വീണ്ടും പെൺകുട്ടികൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പെൺകുട്ടികളെ കൊന്നുകളയും. ഭ്രൂണഹത്യ എന്ന് പറയും. ഭ്രൂണമായിരിക്കെ തന്നെ കുഞ്ഞിന് ജനിക്കാനുള്ള അവസരം പോലും നിഷേധിച്ചുകൊണ്ടുള്ള കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന സാഹചര്യമുണ്ട്. എന്തിന്? ജനിച്ചിട്ട് പോലും പറയുമ്പോൾ മാറിപ്പോയി, ജനിച്ചിട്ട് പോലും കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന സിറ്റുവേഷൻസ് പോലും ഉണ്ടായിട്ടുണ്ട്. ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻസ്, അതുപോലെ ചൈൽഡ് മാരേജ്. ഇതൊരു കൾച്ചറൽ പ്രാക്ടീസ് അല്ലേ? ഒരു പെൺകുഞ്ഞ് 12ഉം 13ഉം വയസ്സിലൊക്കെ വിവാഹം ചെയ്യപ്പെട്ട് പോകാമെന്ന് പറയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 10ാം ക്ലാസ്, ഇന്നത്തെ 10ാം ക്ലാസ് പോലും എത്തണ്ട, 7ാം ക്ലാസ് 8ാം ക്ലാസ്സിൻ്റെ സമയത്തിലൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കുക. ആരാലോചിക്കാം? ഇന്നത്തെ സമൂഹത്തിന്, ഈ ഡെവലപ്ഡ് ആയിട്ടുള്ള ഇന്നത്തെ സമൂഹത്തിന് ചിന്തിക്കാൻ പറ്റുമോ? 6ാം ക്ലാസ്സുള്ള ഒരു കൊച്ചിനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്, 5ാം ക്ലാസ്സുള്ള ഒരു കൊച്ചിനെ കല്യാണം കഴിപ്പിച്ച് വിടുന്നതൊക്കെ പറ്റില്ല. ശരിയല്ലേ? അപ്പോൾ അതുണ്ട്. പിന്നെ ഓണർ കില്ലിങ് ഇപ്പോഴും ഉണ്ട്. നമുക്ക് പലർക്കും അറിയില്ല എന്ന് മാത്രം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കേരളത്തിൽ നമ്മളൊന്നും കാണുന്നില്ല എന്ന് മാത്രം. പലയിടങ്ങളിലും ഈ ഓണർ കില്ലിംഗ് ആണ്. ഓണർ കില്ലിംഗ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. ഓണർ കില്ലിംഗ് ഒക്കെ കേരളത്തിൽ നമുക്ക് പറയാൻ തീർച്ചയായിട്ടും അടുത്ത കാലങ്ങൾ വരെയും പറയുന്നത്, ഇനി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമൊക്കെയാണ്. നമുക്ക് പറയാറില്ലേ ഈ ജാതിയും മതവും ഒക്കെ നോക്കിയിട്ടേ. അപ്പോൾ ഓണർ കില്ലിംഗ് എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ അന്തസ്സിനും അഭിമാനത്തിനും ഒക്കെ കോട്ടം തട്ടുന്ന എന്തെങ്കിലും പ്രവൃത്തികൾ ആരെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ അന്തസ്സും പ്രൗഢിയൊക്കെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഇപ്പം നമുക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ പോലും അവരെ അതിൽ നിന്ന് പിന്തിരിക്കാൻ വേണ്ടി പരമാവധി നോക്കുക. നടന്നില്ല എന്നുണ്ടെങ്കിൽ കൊന്നുകളയുക എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ പ്രണയവിവാഹങ്ങളിലും മറ്റുമൊക്കെ ഉന്നത കുലജാതൻ അല്ലെങ്കിൽ ഉന്നത കുലജാത എന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന സമൂഹങ്ങളിൽ നിന്ന് മറ്റ് ചില സമൂഹങ്ങളിലേക്ക് അല്ലെങ്കിൽ കീഴ് ജാതിയിൽപ്പെട്ട ആൾക്കാരെയൊക്കെ കല്യാണം കഴിക്കുകയോ മറ്റൊക്കെ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന എന്താ പറയുക, അവരിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കും. നടന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടിനും പിടിച്ച് കൊന്നുകളയുക. സിമ്പിൾ പരിപാടി അല്ലേ? അതുപോലെ അൺസേഫ് ആയിട്ടുള്ള ട്രഡീഷണൽ ബർത്ത് പ്രാക്ടീസ്, അതായത് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബർത്ത്. ഹോസ്പിറ്റലിൽ പോയിട്ട് പ്രസവം നടത്തണം എന്നുള്ളതിന് പകരം വീട്ടിൽ പ്രസവിക്കുക. ഇന്നും ഇപ്പോഴും ഉണ്ട്. ഒരുപാട് വീടുകളിൽ കാണുന്നുണ്ട് നമ്മൾ. ഹോസ്പിറ്റലുകളിൽ പോയി ട്രഡീഷണലായിട്ടല്ലാതെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ബർത്ത്, അതാണ് വേണ്ടതെന്നാണ് ഗവൺമെൻറ് എടുത്തെടുത്ത് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ബർത്ത് പ്രോത്സാഹിപ്പിക്കണം. ഇൻസ്റ്റിറ്റ്യൂഷണൽ ബർത്തിൻ്റെ ഗുണം എന്താണ്? ഇൻ കേസ് നമുക്കറിയില്ല, നമ്മൾ എന്തിനാണ് ഒരു ഇൻഷുറൻസ് എടുക്കുന്നത്? നാളെ എന്തെങ്കിലും അപകടം പറ്റുമെന്ന് ഉറപ്പുവരുത്തിയിട്ടല്ലല്ലോ ഇൻഷുറൻസ് എടുക്കുന്നത്. നാളെ ഒരു അപകടം പറ്റിയാൽ അതിനൊരു പരിരക്ഷയുണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി പണ്ടുള്ള ആൾക്കാർ ഹോസ്പിറ്റലിലല്ലല്ലോ ബർത്ത് എടുത്തിരുന്നതെന്നൊക്കെ നമ്മൾ പറയും. ശരിയാണ്. പണ്ടത്തെ ആൾക്കാരുടെ ജീവിത സാഹചര്യമോ ഭക്ഷണ രീതിയോ ജീവിത നിലവാരമോ ഒന്നുമല്ല ഇന്നത്തെ സാഹചര്യത്തിലുള്ളത്. പണ്ടത്തെ ആളുകൾ കിലോമീറ്റർ കണക്കിന് നടന്നു പോയിട്ടുണ്ട് സ്വന്തം സ്കൂളുകളിലേക്കും ജോലി സ്ഥലങ്ങളിലേക്കും മറ്റുമൊക്കെ. പണ്ട് സർക്കാർ ജോലിക്ക് ഇത്രയും ആൾക്കാരൊന്നുമില്ല, ഇത്രയും തള്ളുമില്ല, അല്ലേ? 5 or 10 മാർക്ക് വാങ്ങിച്ച് സർക്കാർ ജോലിക്ക് കയറി പോകാൻ പറ്റും. ഇന്ന് അതുപോലെ നിങ്ങൾ കിലോമീറ്ററുകൾ നടന്ന് നിങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് പോകുമോ? കിലോമീറ്ററുകൾ നടന്ന് നിങ്ങൾ കുഞ്ഞിനെ സ്കൂളിൽ പോകാൻ നിങ്ങൾ അനുവദിക്കുമോ? ഇല്ല. ജോലി സാഹചര്യങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറി. പണ്ട് കപ്പയും പിന്നെ മുളകും മാത്രം ജീവിച്ചിരുന്ന മാസങ്ങളുണ്ടായിട്ടുണ്ടായിരിക്കും ആൾക്കാർക്ക്. കഞ്ഞിയും കപ്പയും മാത്രം കഴിച്ചിരുന്ന സാഹചര്യമുണ്ട്. ഇന്നത് മാത്രമായിട്ട് നിങ്ങൾ എത്ര ദിവസം കഴിക്കും? പറ്റില്ല. ജീവിത നിലവാരങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്.
ജീവിത നിലവാരവും ജീവിത സാഹചര്യങ്ങളും ഭക്ഷണ രീതികളും ഒക്കെ മാറിയതിനനുസരിച്ച് നമ്മുടെ ആരോഗ്യ രീതികൾക്കൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. നല്ലതോ മോശമോ എന്തോ ആയിക്കൊള്ളട്ടെ, രീതികൾക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പണ്ടുള്ള ആൾക്കാർ വീട്ടിൽ പ്രസവിച്ച സാഹചര്യവും അതിൻ്റെ മേന്മയും പറഞ്ഞ് വീട്ടിലെ പ്രസവത്തെ ഒരിക്കലും നമുക്ക് ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റില്ല എന്ന് സാരം. അതിൻ്റെ ബുദ്ധിമുട്ട് ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ പിന്നെ എടുത്ത് ആശുപത്രി കൊണ്ടുപോകാം എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ബൈ ദാറ്റ് ടൈം അമ്മയും കുഞ്ഞും ചിലപ്പോൾ മരണപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് ആവശ്യമില്ലാത്ത റിസ്ക് എടുക്കാൻ നമ്മൾ പോകേണ്ട ആവശ്യമില്ലല്ലോ. ഹോസ്പിറ്റലിലാവുമ്പോൾ ഇൻ കേസ് എന്തെങ്കിലും, ഇപ്പോൾ ഹോസ്പിറ്റലുകൾ പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. കൈപ്പിഴകൾ എല്ലാവർക്കും സംഭവിക്കുന്ന പോലെ വീട്ടിലായാലും ഹോസ്പിറ്റലിലായാലും ഉണ്ടായേക്കാം. ഹോസ്പിറ്റലാണെങ്കിൽ അതിൻ്റെ സാധ്യത വളരെ കുറവാണ്. ഒരാളല്ല അതൊന്നും മേൽനോട്ടം വഹിക്കാൻ നിൽക്കുക, ഒരുപാട് പേരുണ്ടാവും. അപ്പം അതുകൊണ്ട് ഒരാൾക്ക് മിസ്റ്റേക്ക് പറ്റിയാലും മറ്റൊരാൾ ചൂണ്ടിക്കാണിക്കാനുണ്ടാവും. അപ്പം അങ്ങനെ എന്തുകൊണ്ടും ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ട് പോകുന്നതിന് ബെനിഫിറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒരു എന്താ പറയുക, കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഹസാർഡുകളായിട്ട് പറയാം. ഇതിൽ തന്നെ കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഹസാർഡുകളിൽ നമുക്ക് ഈ പിന്നെ എൻവയോൺമെൻറ്റിനെ പൊല്യൂട്ട് ചെയ്യുന്ന മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ, ഈ പൂരങ്ങളും മറ്റുമൊക്കെ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാളുകൾ നടത്തുന്ന സമയത്ത് ഒക്കെ ഈ പറയുന്ന പോലെ ഈ പടക്കവും വെടിക്കെട്ടുകളും ഒക്കെ ആചരിക്കുന്നതൊക്കെ അന്തരീക്ഷത്തെ ഒരുപാട് പൊല്യൂട്ട് ചെയ്യുന്നില്ലേ? അതൊക്കെ ആചാരാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ മോഡേൺ മാൻ കൊണ്ടുവന്ന പരിപാടികളാണ്. നമ്മളെ ഉത്സവം അടുത്ത അമ്പലത്തിലെ ഉത്സവത്തേക്കാൾ മികച്ചതാകണമെന്ന എന്താ പറയുക പ്രതീക്ഷയിൽ കുറച്ച് കൂടുതൽ ആഡംബരം കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്തു പോകുന്നു പലതും എന്നുള്ളതാണ്. ദീപാവലി എന്നാൽ ദീപങ്ങളുടെ അലങ്കാരം ആണ് ഉണ്ടാവേണ്ടത്. ദീപാവലി എന്നാൽ ശരിക്കും ഇന്നിപ്പോൾ ദീപം ഒരെണ്ണം കത്തിക്കില്ല. ദീപാവലി ആകുമ്പോൾ എല്ലാ ലൈറ്റും ഓഫ് ചെയ്തിട്ട് പടക്കം പൊട്ടിക്കില്ല ആ ജോലി. അത് തെറ്റാ. ഏതോ പടക്ക കച്ചവടക്കാരൻ കൊണ്ടുവന്ന പരിപാടിയും ചെറിയ ആഘോഷത്തിന് വേണ്ടിയിട്ട് ആൾക്കാർക്ക് സന്തോഷം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിട്ട് തുടങ്ങി വെച്ചുവെങ്കിലും ഇന്ന് ദീപാവലി എന്ന് കേട്ടാൽ പടക്കം പൊട്ടിക്കില്ല മെയിൻ പരിപാടി. അല്ലെങ്കിൽ ഈ പറയുന്ന കരിമരുന്ന് പറയുക മെയിൻ. ഇത് അന്തരീക്ഷത്തിന് വളരെയധികം പൊല്യൂട്ടിങ് അല്ലേ? അപ്പോൾ അതൊരു കൾച്ചർ റിലേറ്റഡ് ഇഷ്യൂ ആയിട്ട് കണക്കാക്കാം. ദീപാവലി അതല്ല, പേരിൽ തന്നെയുണ്ട് ദീപങ്ങളുടെ ആവലിയാണ് അല്ലേ? ദീപങ്ങളുടെ ഉത്സവമാണ് ദീപാവലി. വിളക്ക് കത്തിച്ച് വെക്ക്, ലൈറ്റിട്ട് പ്രകാശപൂരിതമാക്കേണ്ട സാഹചര്യമാണ് ദീപാവലി എന്ന് പറയുന്നത്. ചെയ്യുന്നതോ നേരെ മറിച്ച് ലൈറ്റ് അണച്ചിട്ട് കമ്പിത്തിരി കത്തിച്ച് വെച്ചുകൊണ്ടിരിക്കും. ശരിയല്ല, അതും പ്രകാശം തരുന്നുണ്ടെന്നല്ല പറയേണ്ടത്, എന്നാലും പൊതുവെ ഇരുട്ടല്ലേ? അതെ, ഓക്കെ, റൈറ്റ്. എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. അപ്പോൾ ഇത്രയും ഹസാർഡുകൾ നമ്മളവിടെ തുടക്കത്തിലൊന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അവിടെ ഇരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ദോസ് ആർ ഓൾ ദി ഹസാർഡ്സ്. Environmental pollution may be defined as the unwanted materials in the environment due to human activities. Human activities കാരണം മാത്രമേ environmental pollution ഉണ്ടാകൂ എന്ന് പറയരുത്. പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത് ഈ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഏജൻറ്റുമാരെ വിളിക്കുന്ന പേര് പൊല്യൂട്ടൻസ്. പൊല്യൂട്ടൻസ് ഹ്യൂമൻ എന്താ പറയുക ഇഗ്നൈറ്റഡ് പൊല്യൂട്ടൻസ് മാത്രമല്ല ഉള്ളത്. മനുഷ്യൻ ഇടപെടുന്നത് മുഖാന്തരം ഉണ്ടാകുന്ന പൊല്യൂട്ടൻസ് മാത്രമല്ല ഉള്ളത്. നാച്ചുറൽ പൊല്യൂട്ടൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പൊള്ളൻ ഗ്രെയിൻസ്. ഓക്കെ, നാച്ചുറൽ പൊല്യൂട്ടൻസ് ആണെന്ന് പറയാം. പൊള്ളൻ ഗ്രെയിൻസ് ഉണ്ടാകുന്ന ഒരു പരിധിയിൽ കൂടുതൽ പൊള്ളൻ ഗ്രെയിൻസ് ഉണ്ടാകുന്നത് നാച്ചുറൽ പൊല്യൂട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊല്യൂഷൻ കൂടാനായിട്ട് കാരണമാകുന്ന ഒരുപാട് നാച്ചുറൽ ഘടകങ്ങളും ഉണ്ട്. അതുകൊണ്ട് എല്ലാ പൊല്യൂഷൻ്റെ കാരണവും മാൻമെയ്ഡ് ആണെന്ന് മാത്രം നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഇറ്റ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ കെമിക്കൽ, ബയോളജിക്കൽ ഓർ ഫിസിക്കൽ സബ്സ്റ്റൻസ് unintentionally released into the environment which is directly or indirectly harmful to humans and other living organisms. അപ്പോൾ എന്താണ് പൊല്യൂട്ടൻസ് എന്നുള്ളതിൻ്റെ ഡെഫിനേഷനാണ് എഴുതിയിരിക്കുന്നത്. വാട്ട് ആർ പൊല്യൂട്ടൻസ്? ഇറ്റ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് കെമിക്കൽ, ബയോളജിക്കൽ ഓർ ഫിസിക്കൽ സബ്സ്റ്റൻസ് unintentionally released into the environment. എൻവയോൺമെൻറ്റിൽ ഈ ഒരു ഉദ്ദേശത്തോടു കൂടി അല്ലാതെ റിലീസ് ചെയ്യപ്പെടുകയും, അതായത് പൊല്യൂഷൻ ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി അല്ല ഒരിക്കലും പൊല്യൂഷൻ ഉണ്ടാകുന്നത്. ശരിയാണോ അല്ലയോ? അതെ, ഒരിക്കലും പൊല്യൂഷൻ ഉണ്ടാകണം എന്ന ലക്ഷ്യത്തോടു കൂടി അല്ല പൊല്യൂഷൻ ഉണ്ടാകുന്നത്. പക്ഷേ നമ്മുടെ മറ്റ് പല ആവശ്യങ്ങളുടെയും അടിസ്ഥാനത്തിലോ അല്ലാതെയോ ഒക്കെ തന്നെ മെറ്റീരിയൽസ് അൺഇൻറ്റൻഷനലി ഈ ഒരു ലക്ഷ്യത്തോടു കൂടി അല്ലാതെ അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേരാറുണ്ട്. കെമിക്കലായിട്ടുള്ളവരാവാം, ബയോളജിക്കലായിട്ടുള്ള വസ്തുക്കളാവാം, അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള വസ്തുക്കളാവാം. ഇങ്ങനെ എത്തിച്ചേരുന്ന ഈ വസ്തുക്കൾ അന്തരീക്ഷത്തിൽ ഈ ജീവജാലങ്ങൾക്ക് ഹാംഫുള്ളായി മാറാൻ, നേരിട്ടോ അല്ലാതെയോ ഹാംഫുള്ളായി മാറാനുള്ള സാഹചര്യം ഒരുക്കുന്നുവെങ്കിൽ ആ വസ്തുക്കളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പൊല്യൂട്ടൻസ് എന്ന് വിളിക്കാം എന്നാണ് പറയുന്നത്. എയർ പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന പൊല്യൂഷൻ ടൈപ്പുകൾ എന്ന് പറയുന്നത്. തെർമൽ പൊല്യൂഷനുണ്ട്, ചൂട് കാരണം. പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന പോലെ വാട്ടർ സോഴ്സിലൊക്കെയാണ് വരിക തെർമൽ പൊല്യൂഷൻ. പിന്നെ ഇത് അങ്ങനെ അധികം കേട്ടുകളിലുള്ളതല്ല, അല്ലെങ്കിൽ അധികം ഉപയോഗിച്ചതല്ല, റേഡിയേഷൻ പൊല്യൂഷനും ഉണ്ട്. റേഡിയേഷൻ പൊല്യൂഷൻ താരതമ്യേന നമ്മൾ കുറവ് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ എന്നിരുന്നാലും റേഡിയേഷൻ പൊല്യൂഷൻ നമുക്ക് ചുറ്റുമുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കേരളത്തിലെ കൊല്ലം ജില്ല. കേരളത്തിൽ കൊല്ലം ജില്ലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഹെവി മെറ്റൽ മിനറൽ എക്സ്പ്ലോറേഷൻ കേരള മെറ്റൽസ് ആൻഡ് മിനറൽസ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം പോലും നിലവിലുള്ള, KMML എന്ന സ്ഥാപനമൊക്കെ നിലവിലുള്ള കൊല്ലത്താണ്. ചവറയിലൊക്കെ ഇഷ്ടംപോലെ ഈ പറയുന്ന റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിൻ്റെ ഖനനം നടക്കുന്നുണ്ട്. അത് മുഖാന്തരം അവിടെ ചെറിയ തോതിൽ ഒരു ഇൻക്രീസ്ഡ് റേഡിയേഷൻ ലെവൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
റേഡിയേഷൻ പൊല്യൂഷനാണ് അവിടെ സാധാരണ ഉള്ളതിൽ നിന്നും കൂടുതൽ ആൾക്കാർക്ക് ഹാനികരമാകുന്ന രീതിയിലേക്ക് വന്നാൽ അത് പൊല്യൂഷനാണ്. എയർ പൊല്യൂഷൻ, അതിൽ ആദ്യത്തേത് എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ is a type of environmental pollution that can be described as the composition of any gaseous, liquid or solid substances in the atmosphere. അന്തരീക്ഷത്തിൽ കാണുന്ന ഗ്യാഷ്യസ് ആയിട്ടുള്ള വസ്തുക്കളുടെയോ അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള വസ്തുക്കളുടെയോ, ലിക്വിഡ് എന്ന് പറയുമ്പോൾ എയറോസോളുകളായിട്ടുള്ള വസ്തുക്കളുടെയോ, ഇനി അതല്ല സോളിഡ് ആയിട്ടുള്ള വസ്തുക്കളുടെയോ ഒക്കെ കൂടി കോമ്പോസിഷൻ കാരണം, ഒക്കെ കൂടുതൽ കാരണം ഈ പറയുന്ന ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ എല്ലാവരും ഒരുമിച്ചോ അല്ലെങ്കിൽ അല്ലാതെയോ ഇൻഡിപെൻഡൻ്റ് ആയിട്ടോ ഒരുമിച്ചോ ഒക്കെ കൂടുന്നത് കാരണം എയർ പൊല്യൂഷനും മീൻസ് ജീവജാലങ്ങൾക്ക് എയറിൽ ഈ പറയുന്ന വസ്തുക്കൾ കൂടുന്നത് കാരണം ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എയർ പൊല്യൂഷൻ എന്ന് പറയാം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സ്പീഡ് കൂടുന്നില്ലല്ലോ? ഇല്ല. അതായത് അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന സോളിഡ് സബ്സ്റ്റൻസസ് ആയിക്കോട്ടെ, ഇപ്പോൾ ഡസ്റ്റ് സോളിഡ് സബ്സ്റ്റൻസസ് ആണ്, ലിക്വിഡ് ആയിട്ടുള്ള എയറോസോളുകൾ, വാട്ടർ വേപ്പർ, അതുപോലെ ഗ്യാഷ്യസ് ആയിട്ടുള്ള വസ്തുക്കൾ, പല ഗ്യാസുകൾ, കാർബൺ ഡൈ ഓക്സൈഡ് ഉൾപ്പെടെയുള്ള പല ഗ്യാസുകൾ, ഇതെല്ലാം കൂടി ചേർന്നിട്ടോ അല്ലെങ്കിൽ ഇതെല്ലാം വെവ്വേറെ ആയിട്ടോ ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ അന്തരീക്ഷ മലിനീകരണം എന്ന് പറയാം. അന്തരീക്ഷത്തിനെയാണ് നമ്മൾ ഇത്തരം ഏജൻറ്റുകൾ കൊണ്ട് പൂരിതമാക്കുന്നത് എന്നുള്ളതാണ്. It includes noise and radioactive radiation, with concentrations harmful to humans, other living organisms, properties and plants. In addition, it interferes with the normal environmental process. ശരിയല്ലേ? സാധാരണ എൻവയോൺമെൻറ്റ് എങ്ങനെ പ്രോസസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നോ ആ പ്രോസസ്സുകളെ ഇൻ്റർഫിയർ ചെയ്യാനും ആർക്ക് സാധിക്കും? പൊല്യൂട്ടൻസിന് സാധിക്കും. അതായത് എയർ പൊല്യൂഷനകത്ത് തന്നെ നമ്മൾ പിന്നെ നോയിസ് പൊല്യൂഷനെയും റേഡിയോ ആക്റ്റീവ് പൊല്യൂഷനെയും ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. എയർ പൊല്യൂഷനിൽ തന്നെയാണ് നമ്മൾ നോയിസ് പൊല്യൂഷനെയും അതുപോലെ റേഡിയോ ആക്റ്റീവ് പൊല്യൂഷനെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് കൂടി അറിഞ്ഞിരിക്കുക കേട്ടോ നിങ്ങൾ. റൈറ്റ്. എയർ പൊല്യൂട്ടൻസ് ആർ ഓഫ് 2 ടൈപ്പ്. 2 തരത്തിൽ നമുക്ക് എയർ പൊല്യൂട്ടൻസിനെ ഡിഫൈൻ ചെയ്ത് പറയാം. ഏതാ? ഒന്ന് സസ്പെൻഡഡ് പാർട്ടിക്കുലേറ്റ് മാറ്റർ, 2 ഗ്യാഷ്യസ് പൊല്യൂട്ടൻസ്. അപ്പോൾ ഒന്ന് സസ്പെൻഡഡ് പൊല്യൂട്ടൻസ് ആണ്, അല്ലെങ്കിൽ പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയാം. ശരിക്കും പറയാം അങ്ങനെ പറയേണ്ടതായിരുന്നു. അല്ലെങ്കിൽ പാർട്ടിക്കുലേറ്റ് മാറ്റർ അല്ലെങ്കിൽ സസ്പെൻഡഡ് മെറ്റീരിയൽസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഗ്യാഷ്യസ് പൊല്യൂട്ടൻസ്, അല്ലെങ്കിലല്ല ആൻഡ് ഗ്യാഷ്യസ് പൊല്യൂട്ടൻസ്. അപ്പോൾ ഇങ്ങനെ ഈ 2 തരത്തിൽ നമുക്ക് എന്തുണ്ടാകും പിള്ളേരെ? പൊല്യൂട്ടൻസ് എയറിനെ പൊല്യൂട്ട് ചെയ്യാനായിട്ടുണ്ട്. ഇതിൽ എന്താണ് പൊല്യൂട്ടൻസ്? ആർ ദ സബ്സ്റ്റൻസസ് വിച്ച് കോസസ് പൊല്യൂഷൻ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇതിൽ പ്രൈമറി പൊല്യൂട്ടൻസ് അതുപോലെ സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു രീതിയിൽ നമ്മൾ പൊല്യൂട്ടൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു പൊല്യൂട്ടൻസ് 2 രീതിയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് പാർട്ടിക്കുലേറ്റ് മാറ്റർ അല്ലെങ്കിൽ സസ്പെൻഡഡ് മാറ്റർ, 2 ഗ്യാഷ്യസ് മെറ്റീരിയൽസ്. അപ്പോൾ പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇത് പാർട്ടിക്കിൾസ് ആണ്, സോളിഡ് സബ്സ്റ്റൻസസ് ആണ് ഇൻ ദി എയർ. നമ്മൾ ഈ ഡസ്റ്റ് എന്നൊക്കെ പറയുന്ന ഐറ്റംസിൻ്റെ ഡസ്റ്റ്, പൊളൻ ഗ്രെയിൻസ്, ഇതൊക്കെ വരുന്നത് പാർട്ടിക്കുലേറ്റ് മാറ്ററിലാണ്. ഗ്യാഷ്യസ് മെറ്റീരിയൽസ് എന്ന് നമുക്കറിയാം കാർബൺ, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ, ഈ നൈട്രജൻ്റെ ഈ പറയുന്ന ഗ്യാസസ് ഒക്കെ വരുന്നത് ഗ്യാഷ്യസ് പൊല്യൂട്ടൻസിലും ആയിരിക്കുമല്ലോ. ഇനി മറ്റൊരു രീതിയിൽ എയർ പൊല്യൂട്ടൻസിനെ ഞാൻ ക്ലാസിഫൈ ചെയ്യുന്നത് പ്രൈമറി പൊല്യൂട്ടൻ്റ് എന്നും സെക്കൻഡറി പൊല്യൂട്ടൻ്റ് എന്നും വിളിക്കാം. ഇതിൽ ആര് വേണമെങ്കിലും ആവും കേട്ടോ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പിന്നെ ഇയാൾ ആരാ? നമ്മുടെ ഗ്യാഷ്യസ് മെറ്റീരിയൽസ് ആവാം, സസ്പെൻഡഡ് പാർട്ടിക്കിൾസ്, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇതിൽ 2ലും നമുക്ക് പ്രൈമറി പൊല്യൂട്ടൻസ് എന്നും സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്നും പറഞ്ഞിട്ടും നമുക്ക് വേണമെങ്കിൽ എയർ പൊല്യൂട്ടൻസിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഈ പ്രൈമറി പൊല്യൂട്ടൻസ് ആർ ഡയറക്ട്ലി കോസ് എയർ പൊല്യൂഷൻ. അതായത് നേരിട്ട് എയർ പൊല്യൂഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവന്മാരെ വിളിക്കുന്ന പേരാണ് പ്രൈമറി പൊല്യൂട്ടൻസ്. പ്രൈമറി പൊല്യൂട്ടൻസ് നേരിട്ട്, ഫോർ എക്സാമ്പിൾ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൈമറി പൊല്യൂട്ടൻ്റാണ്. കാരണം കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നത് തന്നെ എന്ത് തന്നെയാണ്? പൊല്യൂഷനാണ്. അപ്പോൾ അവർ പ്രൈമറി പൊല്യൂട്ടൻ്റാണ്. എന്നാൽ എന്താ സെക്കൻഡറി പൊല്യൂട്ടൻ്റ്? പൊല്യൂട്ടൻസ് ഫോംഡ് ബൈ ദി ഇൻ്റർമിംഗ്ലിംഗ് ആൻഡ് റിയാക്ഷൻ ഓഫ് പ്രൈമറി പൊല്യൂട്ടൻസ് ആർ കോൾഡ് സെക്കൻഡറി. അതായത് ഈ പ്രൈമറി പൊല്യൂട്ടൻസിൽ നിന്നും മറ്റാരെങ്കിലും രൂപം കൊള്ളുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നൈട്രജൻ, നൈട്രസ് ഓക്സൈഡ് അന്തരീക്ഷത്തിലുണ്ട്. അതിപ്പോൾ ജലവുമായിട്ട് കൂടിച്ചേർന്ന്, മഴ പെയ്യുമ്പോൾ ജലവുമായിട്ട് കൂടിച്ചേർന്ന് അത് ആസിഡായിട്ട് മാറുന്നു. അല്ലെങ്കിൽ കാർബൺ പിന്നെ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലുള്ളത് വെള്ളമായിട്ട് കൂടിച്ചേർന്ന് കാർബണിക് ആസിഡായിട്ട് മാറി അത് ജലസ്രോതസ്സുകളിലേക്ക് വന്ന് വീണാൽ പൊല്യൂട്ട് ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഇതെല്ലാം പിന്നെന്താ സെക്കൻഡറി പൊല്യൂട്ടൻസ് ആണ്. അത് പ്രാഥമികമായിട്ടുള്ള പൊല്യൂട്ടൻസ് അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നു, അവ റിയാക്ട് ചെയ്യപ്പെട്ട്, ഫോർ എക്സാമ്പിൾ ഓക്സിജൻ കമ്പൈൻ ചെയ്ത് റിയാക്ട് ചെയ്യപ്പെട്ട് ഓസോൺ ഉണ്ടാകുന്ന കണ്ടീഷനോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും കാർബണും പിന്നെ സൾഫറും ഒക്കെ ചേർന്ന് CFCs, മീൻസ് ക്ലോറിനും ഫ്ലോറിനും ഒക്കെ അന്തരീക്ഷത്തിലുള്ളതിന് കമ്പൈൻ ചെയ്ത് ക്ലോറോ കാർബൺസ് ഒക്കെ ഉണ്ടാകുന്ന കണ്ടീഷൻ. അപ്പോൾ പ്രൈമറി പൊല്യൂട്ടൻസ് സെക്കൻഡറി എന്തെങ്കിലുമൊക്കെ ആക്ഷൻസിന് വിധേയമായിട്ട് മറ്റൊരു പൊല്യൂട്ടൻ്റായിട്ട് മാറുന്നു. അങ്ങനെ ഉണ്ടാകുന്നവന്മാരെയാണ് സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്ന് പറയുക. ശരിയല്ലേ? പ്രൈമറി പൊല്യൂട്ടൻറ്റും സെക്കൻഡറി പൊല്യൂട്ടൻറ്റും. ഇതിൽ ഈ പാർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസ് ഉണ്ടല്ലോ, പാർട്ടിക്കുലേറ്റ് മാറ്റർ, നമ്മൾ നേരത്തെ പറഞ്ഞ പാർട്ടിക്കുലേറ്റ് മാറ്റർ. ദ പാർട്ടിക്കിൾസ് ദാറ്റ് പൊല്യൂട്ട് ദ എയർ ബൈ ബീങ് സസ്പെൻഡഡ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് പാർട്ടിക്കുലേറ്റ് മാറ്റർ. എയറിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന എന്താ പറയുക സോളിഡ് ആയിട്ടുള്ള പദാർത്ഥങ്ങളെയാണ് നമ്മൾ പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുക.
These particles are a results of some anthropogenic process like vehicles, industries, construction activities. അതുപോലെ natural sources like pollen, volcanic eruption, natural gaseous precursors, etc. അപ്പോൾ രണ്ട് സാഹചര്യങ്ങളാലും പൊല്യൂഷൻ നമ്മളിവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ആക്ടിവിറ്റികൾ, ആന്ത്രോപോജനിക് ആക്ഷൻസ് ലൈക്ക് വെഹിക്കിൾസ് കൊണ്ടുപോവുക, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്, കൺസ്ട്രക്ഷൻ പർപ്പസസ്, ഓക്കെ, ഇതെല്ലാം ചെയ്യുന്നത് വഴി പൊടി ഉണ്ടാവും, അതുണ്ടാവും. നാച്ചുറലി ഉണ്ടാവും. നാച്ചുറലി ഉണ്ട പൊള്ളൻ ഗ്രെയിൻസ്, വോൾക്കാനിക് ഇറപ്ഷൻസ് ഉണ്ടാകുന്ന സമയത്ത് ആഷസും മറ്റുമൊക്കെ അന്തരീക്ഷത്തിൽ ഇതുപോലെ നിലനിൽക്കും അല്ലേ. അപ്പോൾ ഇതുപോലെ നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് കോസസിൽ ഇവന് ഉണ്ടാവുന്നതാണ്. ഈ പാർട്ടിക്കുലേറ്റ് മാറ്ററിൻ്റെ സൈസ് 0.001 മൈക്രോമീറ്റേഴ്സ് മുതൽ 500 മൈക്രോമീറ്റേഴ്സ് വരെയുള്ള ഡയമീറ്ററിലാണ് നമുക്ക് പാർട്ടിക്കുലേറ്റ് മാറ്ററിനെ പൊതുവേ കാണാൻ പറ്റുക. അപ്പോൾ പാർട്ടിക്കുലേറ്റ് മാറ്ററിൻ്റെ ഐഡൻറ്റിഫിക്കേഷനിൽ പറയുന്ന മെയിൻ മാനദണ്ഡം 0.001 to 500 മൈക്രോമീറ്റേഴ്സാണ് ഇവരുടെ റേഞ്ച് വരിക, ഡയമീറ്റർ റേഞ്ച് വരിക. ഈ പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സിൻ്റെ വലുപ്പം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇതുപോലെ 0.001 മുതൽ 500 വരെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന വലുപ്പങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സിനെ ചില രീതികളിൽ അറിയപ്പെടാറുണ്ട്. PM2.5, PM5, ഓക്കെ, PM10 എന്നൊക്കെ പറഞ്ഞിട്ട് പല പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് ഇത്തരത്തിലുള്ള നമ്പറുകൾ കൊടുത്തിട്ട് അറിയപ്പെടാറുണ്ട്. അതിൽ ഈ PM2.5 എന്ന് പറയുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട്. PM2.5 പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ 2.5 മൈക്രോമീറ്ററോ അതിൽ താഴെയോ വലുപ്പമുള്ള വസ്തുക്കളെയാണ് നമ്മൾ PM2.5 എന്ന് പറയുക. പാർട്ടിക്കുലേറ്റ് മാറ്റർ 2.5 2.5 മൈക്രോമീറ്ററോ അതിൽ താഴെയോ ഡയമീറ്ററുള്ള മൈക്രോ ഓർഗാനിസംസ് ആർ ഡിക്ലെയർഡ് ആസ് വൺ ഓഫ് ദി മോസ്റ്റ് ഹാർംഫുൾ പാർട്ടിക്കൽ പൊല്യൂട്ടൻസ് ബൈ ദി സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് CPCB. ഇപ്പോൾ നിലവിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ PM2.5 കണക്കൂട്ടും, PM5, 10 ഒക്കെ ഉണ്ട്, ഇതൊക്കെയുണ്ട്. എങ്കിലും ഇവയിൽ PM2.5 ഈസ് കൺസിഡർഡ് ആസ് ദി മോസ്റ്റ് ഹാർംഫുൾ പാർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻ്റ്. കണ്ട് എന്താ അറിയപ്പെടുന്ന മോസ്റ്റ് ഹാർംഫുൾ പാർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻ്റ് എന്ന് PM2.5 വിലയിരുത്തി. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, എന്തുകൊണ്ട് വിലയിരുത്തി? ദേ ആർ സോ ടൈനി. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ദേ ആർ സോ ടൈനി ദേ കനോട്ട് ബി ഡിറ്റക്റ്റഡ്. അവരെ ഡിറ്റക്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡിറ്റക്റ്റ് ദം. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. വളരെ ചെറിയ പാർട്ടികൾ ആയതുകൊണ്ട് ഇവരെ കണ്ടുപിടിക്കാൻ തന്നെ പാടാം. ഇപ്പം നമുക്ക് അപകടം ഉണ്ട് എന്ന് അറിഞ്ഞാലാണ് നമുക്ക് പ്രിക്കോഷൻ എടുക്കാൻ പറ്റുക, ശരിയല്ലേ? ഇപ്പം ഞാൻ നടന്നു പോകുന്ന ഒരു വഴി, ഞാൻ നടന്നു പോകുന്ന ആ വഴിക്ക് അടിയിലൊരു കുഴിയുണ്ട്. ഇതെനിക്ക് അറിഞ്ഞുകൊണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ പുറത്തൂടെ നടന്നങ്ങ് പോകും. ഭാഗ്യമുണ്ടെങ്കിൽ ആ കുഴി ഈ എൻ്റെ ലോഡ് കാരണം പുറമേയുള്ള ആ ഒരു പ്രദേശം ഇടുങ്ങി താഴ്ന്ന ആ കുഴിക്കകത്തോട്ട് പോകാം, പറയാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ ഈ നടന്നു പോകുന്ന വഴി എനിക്ക് ആ കുഴി കാണാം. കുഴി, ഞാനൊരു കുഴി കണ്ട് ഓൾറെഡി അവിടെ ഒരു കാണാൻ പറ്റിയിട്ടുണ്ട്. കുഴി കാണാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് എന്ത് ചെയ്യാം? എനിക്കൊരു ആക്ഷൻ മാറ്റിയെടുക്കാം അല്ലേ? എനിക്ക് ആ ഒരു കുഴി കാണുമ്പോൾ ഞാൻ ആ കുഴിയിൽ വീഴാണ്ട് മാറ്റി വേറെ റൂട്ട് വഴി എനിക്ക് പോകാൻ പറ്റും. അപ്പോൾ ഒരു റോഡിനടിയിൽ കുഴി ഉണ്ടെങ്കിൽ ആ കുഴി കാണുന്നത് ഏറ്റവും നല്ലത്, കാണാത്തതിനേക്കാൾ. റോഡ് പോലും അവിടെ കിടക്കുക. പക്ഷേ നമ്മൾ പലയിടത്തും ഇപ്പോൾ റോഡ് ഇടിഞ്ഞ് താഴുന്നതിനൊക്കെ പറ്റി കാണുന്നില്ലേ? അപ്പോൾ ഈ റോഡ് ഇങ്ങനെ നീറ്റായിട്ട് കിടക്കുന്ന നമ്മൾ വിചാരിക്കും സുഖമാണ്, ഭയങ്കര അടിയിൽ ഭയങ്കര സോളിഡ് ആണെന്ന് വിചാരിക്കും നമ്മൾ. പക്ഷേ അതിൻ്റെ പുറത്തൂടെ പോകുമ്പോൾ അടിയിലൊരു കുഴി ഉണ്ടെങ്കിൽ നമ്മൾ അറിയത്തില്ല. ഇനി ശരിക്കൊരു കുഴി കണ്ടാൽ നമുക്ക് മാറിപ്പോകാൻ പറ്റും. അതുപോലെയാണ്. അപ്പോൾ ഈ പാർട്ടിക്കുലേറ്റ് മാറ്റർ 2.5 ഡിറ്റക്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അതൊരു ബുദ്ധിമുട്ട്, മീൻസ് അതൊരു പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജാണ്. കാരണം ഇവനുണ്ടെന്ന് അറിഞ്ഞാലല്ലേ ഇവന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രിക്കോഷൻ എടുക്കാൻ പറ്റും. ഒന്ന്. രണ്ട്, ഇവൻ 2.5 അതായത് വളരെ ചെറിയ പാർട്ടികളായതുകൊണ്ടേ 2.5 മൈക്രോമീറ്ററിൽ താഴെയുള്ള പാർട്ടിക്കിൾസാണ് ഇവനെന്നുള്ളത് കൊണ്ട് ഈ മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാനൊക്കെ എളുപ്പമാണ്. ശ്വാസത്തിലൂടെയും മറ്റോ ഉള്ളിലേക്ക് കടന്നു ചെല്ലാനും എന്നിട്ട് ബ്ലഡ് വെസൽസിലേക്ക് പോലും വേണമെങ്കിൽ എത്തിച്ചേരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ള സാഹചര്യങ്ങൾ ഇവനുണ്ട് എന്നുള്ളതാണ് വാസ്തവം. വളരെ ചെറിയ പാർട്ടികളാണ്, പെട്ടെന്ന് കയറി ചെല്ലും, എവിടെയും കയറി ചെല്ലാൻ പറ്റും മനുഷ്യൻ്റെ ഉള്ളിൽ. അങ്ങനെ ഹാം ഉണ്ടാക്കാനും അതിനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ ഈ രണ്ട് കാരണത്താലും ഇവനെയാണ് ഏറ്റവും ഹാംഫുൾ ആയിട്ടുള്ള പൊല്യൂട്ടൻ്റായിട്ട് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നിർണ്ണയിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? സെറ്റ്. അപ്പോൾ ഈ പറയുന്ന പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഒരു സൂചിക പബ്ലിഷ് ചെയ്യുന്നുണ്ട്. എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഈസ് എ ടൂൾ ഫോർ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഓഫ് എയർ ക്വാളിറ്റി സ്റ്റാറ്റസ് ടു പീപ്പിൾ ഇൻ ടേംസ് വിച്ച് ദേ ആർ ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഇപ്പം ആൾക്കാരോട് പറയാം എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഇന്നതാണ്, ഗുഡ്, ബാഡ്, വെരി ബാഡ്, സാറ്റിസ്ഫാക്ടറി എന്നൊക്കെ പല സിറ്റുവേഷൻസ് നമ്മൾ പറയും. അപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത്, ഫോർ എക്സാമ്പിൾ ഈ ഇടയ്ക്കൊക്കെ വളരെയധികം ചർച്ചാ വിഷയമായെന്ന് പറയാൻ നമ്മുടെ ഡൽഹിയില്ലേ, കഴിഞ്ഞ ഡിസംബർ, നവംബർ, ജനുവരി കാലഘട്ടത്തിലൊക്കെ, ഡിസംബർ ജനുവരിയിലൊക്കെ പാർട്ടിക്കുലർലി വളരെയധികം ലോ ഗ്രേഡിൽ ഡൽഹിയുടെ എയർ പൊല്യൂഷൻ പോയി, അല്ലെങ്കിൽ വളരെയധികം ഹൈ ഗ്രേഡിൽ എയർ പൊല്യൂഷൻ പോയി, വളരെയധികം പൊല്യൂട്ടിംഗ് ആയി, ലോ ലിവിങ് സ്റ്റാൻഡേർഡ് എയറിൻ്റെ കാര്യത്തിൽ എയർ ക്വാളിറ്റി വളരെ മിനിമലായിട്ട് കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വാർത്തകൾ കണ്ടതാണ്. ഇപ്പോൾ ഡൽഹിയിലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ആൾക്കാർ ജീവിക്കുന്നത്, പ്രത്യേകിച്ച് ആ ഒരു വിൻ്റർ സീസണൊക്കെ എത്തുന്ന സമയത്ത് പൊല്യൂഷൻ ഈസ് അറ്റ് ഇറ്റ്സ് പീക്ക്.
അപ്പോൾ ആ സമയത്ത് സർക്കാരിൽ നിന്ന് പോലും പലർക്കും ഇൻഫർമേഷൻ ഉണ്ടായിരുന്നാണ് പുറത്തൊന്നും ഇറങ്ങരുതെന്ന്. ജനൽവാതിലുകൾ പരമാവധി അടച്ചിട്ട്. ഇവിടേക്ക് നമ്മൾ ജനവാതിലുകൾ തുറന്നിടാനും ഫ്രഷ് എയർ സർക്കുലേഷൻ ഉണ്ടാവാനും പറയും. രാവിലെ ജോഗ് ചെയ്യാൻ പോകാൻ പറയും. അവിടെ ജോഗ് ചെയ്യരുതെന്നാണ് പറയും. പരമാവധി 10 മിനിറ്റ് കൂടുതൽ ആരും ഓടുന്നത് പരിപാടി നിങ്ങൾ ചിന്തിക്കരുത്. ഓടുകയേ ചെയ്യരുത്, ജോഗുകയേ ചെയ്യരുത്. നിർബന്ധമാണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് നടക്കാം. പക്ഷെ നടന്നാൽ കൂടിയും ഒരു 10 മിനിറ്റ് കൂടുതലും നടക്കുകയാണെങ്കിൽ വീട്ടിനകത്ത് പറ്റും, വീട്ടിനകത്ത് നടക്കുക. പുറത്തിറങ്ങി നടക്കാതിരിക്കുക. പുറത്തിറങ്ങി നടന്നാൽ പരമാവധി 10 മിനിറ്റിനകത്ത് വീട്ടിൽ കയറുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിബന്ധനകൾ പോലും വന്നു ആൾക്കാരുടെ ജീവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും പൂറായിട്ട് എയർ ക്വാളിറ്റി പോയ സാഹചര്യം ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞ ആൾക്കാരെ ബോധവൽക്കരണം നടത്തണം അല്ലേ. ഇവിടുത്തെ എയർ ക്വാളിറ്റി എങ്ങനെയാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഡെക്സ് കൊണ്ടുവന്നിരിക്കുന്നത്. So it transforms complex air quality data of various pollutants into a single number, ഒരു ഇൻഡെക്സ് വാല്യൂ പറയും, നോമൻക്ലേച്ചർ ആൻഡ് കളർ. ഒരു കളറും ഒരു നോമൻക്ലേച്ചർ, ഒരു നെയിമും ഒരു നമ്പറും വെച്ചിട്ട് എയർ ക്വാളിറ്റിയെ ഡിഫൈൻ ചെയ്യും ഇവിടെ. അപ്പോൾ 6 എയർ ക്വാളിറ്റി കാറ്റഗറീസ് ഉള്ളത്. ഒന്ന് ഗുഡ്, സാറ്റിസ്ഫാക്ടറി, മോഡറേറ്റ്ലി പൊല്യൂട്ടഡ്, പുവർ, വെരി പുവർ ആൻഡ് സിവിയർ. അപ്പോൾ ഇങ്ങനെ 6 കാറ്റഗറീസാണ് നമ്മുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സിനകത്ത് വരിക. ആൻഡ് ഈച്ച് ഓഫ് ദീസ് കാറ്റഗറീസ് ആർ ഡിസൈഡഡ് ബേസ്ഡ് ഓൺ ആംബിയന്റ് കോൺസെൻട്രേഷൻ വാല്യൂസ് ഓഫ് എയർ പൊല്യൂട്ടൻസ് ആൻഡ് ദെയർ ലൈക്ലി ഹെൽത്ത് ഇമ്പാക്ട്സ്. ഇപ്പോൾ ഹെൽത്ത് ബ്രേക്ക് പോയിൻറ്റ്സ് എന്നാണ് നമ്മൾ പറയുക. ഇപ്പോൾ ഒരു പൊല്യൂട്ടൻറ്റിന് എത്രത്തോളം ഹെൽത്ത് ഇമ്പാക്റ്റ് ഉണ്ട് എന്നുള്ളതിനെയാണ് നമ്മൾ ഹെൽത്ത് ബ്രേക്ക് പോയിൻറ്റ് എന്ന് പറയുക. അപ്പോൾ ഈ ഹെൽത്ത് ബ്രേക്ക് പോയിൻറ്റ്സിൻ്റെയും എത്രത്തോളം കോൺസെൻട്രേഷനിൽ ഈ പറയുന്ന പൊല്യൂട്ടൻ്റ് അന്തരീക്ഷത്തിലുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിലേത് കാറ്റഗറി എയറിന് കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുക. ഈ എയർ ക്വാളിറ്റി സബ് ഇൻഡെക്സ് ആൻഡ് ഹെൽത്ത് ബ്രേക്ക് പോയിൻറ്റ്സ് ആർ ഇവോൾവ്ഡ് ഫോർ 8 പൊല്യൂട്ടൻസ്. എയർ ക്വാളിറ്റി ഇൻഡെക്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 8 പ്രധാനപ്പെട്ട പൊല്യൂട്ടൻറ്റുകളാണ്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോണം. 8 പ്രധാനപ്പെട്ട പൊല്യൂട്ടൻസിനെയാണ് കൺസിഡർ ചെയ്യുക. ആരൊക്കെയാണ് പൊല്യൂട്ടൻസ്? 1 PM10 പാർട്ടിക്കുലേറ്റ് മാറ്റർ 10, 2 PM2.5 പാർട്ടിക്കുലേറ്റ് മാറ്റർ 2.5, പിന്നെ ഉള്ളത് NO2 ആണ് അല്ലേ. NO2 നൈട്രജൻ ഓക്സൈഡ്, അതുപോലെ സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഓസോൺ, അതുപോലെ അമോണിയ ആൻഡ് ലെഡ്. അപ്പോൾ ഈ 8 പേരെ പരിഗണിച്ചിട്ടാണ് നമ്മുടെ എയർ ക്വാളിറ്റി സബ് ഇൻഡെക്സ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എയർ ക്വാളിറ്റി ഇൻഡെക്സ് കൺസിഡർ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന 8 പൊല്യൂട്ടൻറ്റിൽ പെടുന്നതാരൊക്കെ പെടാത്തതാരൊക്കെ എന്നൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഫോർ വിച്ച് എ ഷോർട്ട് ടേം അപ് ടു 24 hours വിൽ ബി ടേക്കൻ കെയർ ഓഫ്. 24 മണിക്കൂറത്തേക്കുള്ള ഈ പറയുന്ന പ്രോഡക്റ്റുകളുടെ അല്ലെങ്കിൽ പിന്നെ വസ്തുക്കളുടെ സബ്സ്റ്റൻസുകളുടെ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുക 24 മണിക്കൂർ വരെ. അപ്പോൾ ഇതാണ് അങ്ങനെ കിട്ടുന്ന എയർ ക്വാളിറ്റി കാറ്റഗറി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞില്ല 1, 2, 3, 4, 5, 6 കാറ്റഗറി ഇവിടെ എഴുതിയിട്ടുണ്ട്. 1, 2, 3, 4, 5, 6 6 കാറ്റഗറി ഉണ്ട്. അപ്പോൾ എന്താണ് 6 കാറ്റഗറി പറയുന്നത്? ആദ്യത്തെ ഗുഡ്. എയർ ക്വാളിറ്റി ഇൻഡെക്സിൻ്റെ വാല്യൂ അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. എയർ ക്വാളിറ്റി ഇൻഡെക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 100 0 50 ഇടയ്ക്കാണെങ്കിൽ, എയർ ക്വാളിറ്റി ഇൻഡെക്സ് 0 50 ഇടയിലാണെങ്കിൽ അത് ഗുഡാണ്, നല്ലതാണ്. 50 100 ഇടയിലാണെങ്കിൽ അത് സാറ്റിസ്ഫാക്ടറിയാണ്, കുഴപ്പമില്ല, വലിയ നല്ലതാണ്. അല്ലെങ്കിൽ ജീവിക്കാൻ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ടറിയാണ്, നമുക്ക് കിട്ടാനുള്ളത് കിട്ടി എന്ന് പറയുന്നത് പോലെയാണ്. 100 200 ഇടയിലാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സിൻ്റെ വാല്യൂ എങ്കിൽ അത് മോഡറേറ്റാണ്, തരക്കേടില്ല, വലിയ കുഴപ്പമില്ലാന്നേ ഉള്ളൂ, എന്നാലും അത്ര പ്രിഫറബിൾ അല്ല എന്ന് പറയും. 200 300 ഇടയിലോട്ട് എയർ ക്വാളിറ്റി ഇൻഡെക്സ് കയറിയാൽ അത് പുവർ ക്വാളിറ്റിയാണ്, എയർ ക്വാളിറ്റി പോരാ, മോശമാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് 200 300 ഇടയിൽ. 300 400 ഇടയിലായാലോ അത് വെരി പുവറാണ്, തീരെ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനാണ്, അത്ര ഒട്ടും പോരാ, തീരെ മോശം എയർ ക്വാളിറ്റിയാണ്. എന്നാൽ 400 500 ഇടയ്ക്ക് വന്നാൽ സിവിയർ എയർ ക്വാളിറ്റിയാണ്, അതായത് വളരെ മോശപ്പെട്ട എയറാണ്, നിങ്ങൾ പരമാവധി എയർ ശ്വസിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് പോലുള്ള എയറാണ്. ഡൽഹിയിലൊക്കെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആ ഒരു സിറ്റുവേഷനിലൊക്കെ 500+ ഒക്കെ എയർ ക്വാളിറ്റി ഇൻഡെക്സിൻ്റെ വാല്യൂ 500 കൂടുതലൊക്കെ വന്നിട്ടുണ്ട്. ജസ്റ്റ് സിവിയർ വെൻ ഇറ്റ് കംസ് ടു പൊല്യൂഷൻ. ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഈ ക്വാളിറ്റി വാല്യൂസ് കൂടെ ഓർത്ത് വെച്ചിട്ട്, അപ്പോൾ എയർ ക്വാളിറ്റി ഇൻഡെക്സിൻ്റെ റേഞ്ചും കൂടെ ഓർത്ത് വെച്ചേക്കാം. നമ്മൾ 0 to 500 റേഞ്ചാണ് ഈ 6 കാറ്റഗറികളിലായി പറയാം. ആദ്യത്തെ 0 to 50, 50 to 100, പിന്നെ വരുന്നതെല്ലാം 100 വെച്ച് അങ്ങ് പോകും. 100 200 200 300 300 400 400 500 അങ്ങനെ അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ നമ്പർ അങ്ങ് ഓർത്ത് ആദ്യത്തിൽ മാത്രം 50ൻ്റെ കളിയുള്ളൂ. 0 to 50, 50 to 100 അത് മാത്രം ആദ്യത്തെ 2 എണ്ണത്തിൽ നോക്കിയാൽ അത് ഗുഡും സാറ്റിസ്ഫാക്ടറി. അതായത് ഒരു 100 വരെയൊക്കെ വരികയാണെങ്കിൽ വലിയ കുഴപ്പമില്ല, നമുക്ക് സുഖമായിട്ടങ്ങ് ജീവിച്ച് പോകാൻ പറ്റും. എനിക്കൊന്ന് കേരളത്തിലേക്ക് വാല്യൂ ഈ ഒരു സാറ്റിസ്ഫാക്ടറിക്കുള്ളിൽ തന്നെയാണ് നിൽക്കുക എന്നതാണ്, വലിയ കുഴപ്പമില്ല. അധികം ഇൻഡസ്ട്രീസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും വെസ്റ്റേൺ ഗഡ്സിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടും ഒക്കെ തന്നെ നമ്മുടെ എയർ ക്വാളിറ്റി താരതമ്യേന ബെറ്ററാണ്. ഈ എയർ ക്വാളിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഡൽഹിയിലും മെട്രോപൊളിറ്റൻ സിറ്റീസിനൊക്കെ അവയർനെസ് കൊടുക്കുന്നതിന് വേണ്ടി ഒരു ഏർലി എയർ ക്വാളിറ്റി വാർണിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ആൻഡ് ഏർലി വാർണിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഡെവലപ്പ് ചെയ്ത സിസ്റ്റത്തിൻ്റെ പേരാണ് സഫർ. ചോദിക്കാൻ നിങ്ങൾക്ക്, വാട്ട് ഈസ് സഫർ? The System of Air Quality and Weather Forecasting and Research. System of Air Quality and Weather Forecasting and Research. System of Air Quality and Weather Forecasting and Research. അതാണ് സഫർ, SAFAR. സഫർ സിസ്റ്റത്തിൻ്റെ S, എയറിൻ്റെ A, ഫോർകാസ്റ്റിംഗിൻ്റെ F, and റിസർച്ച്. സഫർ. It is a national initiative
ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസ്. അപ്പോൾ ആരാ കൊണ്ടുവന്നത്? മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ടു മെഷർ ദി എയർ ക്വാളിറ്റി ഓഫ് എ മെട്രോപൊളിറ്റൻ സിറ്റി ബൈ മെഷറിംഗ് ദി ഓവറോൾ പൊല്യൂഷൻ ലെവൽ ആൻഡ് ദ ലൊക്കേഷൻ സ്പെസിഫിക് എയർ ക്വാളിറ്റി ഓഫ് ദ സിറ്റി. സിറ്റിയിലെ ലൊക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള എയർ ക്വാളിറ്റികളും പൊല്യൂട്ടൻസിനെ അസസ് ചെയ്തുകൊണ്ട് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസ് കൊണ്ടുവന്ന ഒരു എയർ ക്വാളിറ്റി അസസ്മെൻറ്റ് മെക്കാനിസവും ഏർലി വാർണിംഗ് മെക്കാനിസവുമാണ് സഫർ. ശരിക്കും പറയുന്നത് ഇതൊരു ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ഏർലി വാർണിംഗ് സിസ്റ്റമാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു വാർണിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മീറ്റിയോളജിയിലാണ്. ദ സിസ്റ്റം ഈസ് ഇൻഡിജിനസ്ലി ഡെവലപ്ഡ് ബൈ ദി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മീറ്റിയോളജി, IITM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മീറ്റിയോളജി ആണ് പൂനെയിൽ. അവരാണ് ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈസ് ഓപ്പറേഷണലൈസ്ഡ് ബൈ ആരായിരിക്കും? കാലാവസ്ഥാ വകുപ്പ്, ഇന്ത്യൻ മീറ്റിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പാണ് അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഡെവലപ്പ് ചെയ്ത ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മീറ്റിയോളജിയും ഓപ്പറേറ്റ് ചെയ്യുന്നത് കാലാവസ്ഥാ വകുപ്പാണ്, ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമാണ്. ഈ സഫറിൻ്റെ അകത്ത് ഇറ്റ് ഹാസ് എ ജോയിൻറ്റ് ട്രൂ കളർ LED ഡിസ്പ്ലേ ദാറ്റ് ഗിവ്സ് ഔട്ട് റിയൽ ടൈം എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഓൺ എ 24/7 ബേസിസ് വിത്ത് കളർ കോഡിംഗ് അലോങ് 72 hours അഡ്വാൻസ്ഡ് ഫോർകാസ്റ്റിംഗ്. 72 മണിക്കൂറത്തേക്കുള്ള അഡ്വാൻസ് ഫോർകാസ്റ്റിംഗ് സിസ്റ്റം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. 2-3 ദിവസത്തിന് ശേഷമുള്ള എയർ ക്വാളിറ്റി എന്തായിരിക്കും എന്നതുവരെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സഫറിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സംവിധാനത്തിൻ്റെ മെച്ചം. The ultimate objective of the project is to increase awareness among the general public regarding air quality and in their city so that appropriate mitigation measures and systemic actions can be taken. അല്ലേ, അതായത് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കും. പ്രത്യേകിച്ച് ഇത് മെട്രോപൊളിറ്റൻ സിറ്റീസിന് ഫോക്കസ് ചെയ്തിട്ടാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സഫറെ പോയിട്ട് എല്ലായിടത്തും കിട്ടത്തില്ല. മെട്രോപൊളിറ്റൻ സിറ്റീസിലാണ് ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉള്ളതുകൊണ്ട് ആ പൊല്യൂഷനെ ആൾക്കാർ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാനും നാളത്തെ പൊല്യൂഷൻ എന്താണെന്നുള്ളത് തിരിച്ചറിയാനും അതിനനുസരിച്ച് ആൾക്കാർക്ക് ജീവിതം പ്ലാൻ ചെയ്യുവാനും മിറ്റിഗേഷൻ എഫേർട്ട് എടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് സഫർ പ്രധാനമായിട്ട് കൊണ്ടുവന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇറ്റ് ഓർഗനൈസസ് അവയർനെസ് ഡ്രൈവ്സ് ബൈ എഡ്യൂക്കേറ്റിംഗ് ദ പബ്ലിക് ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് ദ പോളിസി മേക്കേഴ്സ് ടു ഡെവലപ്പ് മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് കീപ്പിംഗ് ഇൻ മൈൻഡ് ദ നേഷൻസ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അല്ലേ, ഇതെല്ലാവരും ഇതൊരു റിയൽ ടൈം ഡേറ്റ നമുക്ക് കിട്ടുകയാണ് കേട്ടോ. ശരിക്കും പറയാം റിയൽ ടൈം ഡേറ്റ അവൈലബിലിറ്റിയാണ് സഫറിൻ്റെ ഈ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ റിയൽ ടൈം ആയിട്ട് എനിക്കിങ്ങനെ ഡേറ്റ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പോളിസി മേക്കേഴ്സിന് ശരിക്കും ഒരു എന്താ പറയുക ഒരു ഡിഫറൻഷിയേറ്റഡ് സ്കെയിലിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും അതിനനുസരിച്ച് നിയമനിർമ്മാണങ്ങൾ കൊണ്ടുപോകാൻ പറ്റുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. സഫർ ഈസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യാസ് ഫസ്റ്റ് എയർ ക്വാളിറ്റി ഏർലി വാർണിംഗ് സിസ്റ്റം ഓപ്പറേഷണൽ ഇൻ ഡൽഹി. അല്ലേ, സഫർ ഇസ് ഇൻറ്റഗ്രൽ പാർട്ട്. നമ്മൾ ഡൽഹിയിലാണ് ആദ്യമായിട്ട് എയർ ക്വാളിറ്റി ഏർലി വാർണിംഗ് സിസ്റ്റം വരുന്നത്. ആ ഒരു ഏർലി വാർണിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് സഫർ എന്നാണ് പറയുന്നത്. ഡൽഹിയിലാണേ. It monitors all weather parameters like temperature, rainfall, humidity, wind speed, wind direction, UV radiation, solar radiation ഈ പറയുന്ന സംഗതികളെല്ലാം പരിശോധിക്കുന്നുണ്ട്. ആ ഒരു എയർ ക്വാളിറ്റി വാർണിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അപ്പോൾ റെയിൻഫോൾ നോക്കുന്നുണ്ട്, വിൻഡ് ഡയറക്ഷൻ നോക്കുന്നുണ്ട്, ടെമ്പറേച്ചർ നോക്കുന്നുണ്ട്, ഹ്യൂമിഡിറ്റി നോക്കുന്നുണ്ട്, UV റേഡിയേഷൻസും സോളാർ റേഡിയേഷൻസും ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഇത് അനാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പൊല്യൂട്ടൻസ് മോണിറ്റേർഡ്. ഇവിടെ സഫറിന് വേണ്ടി മോണിറ്റർ ചെയ്യപ്പെടുന്ന പൊല്യൂട്ടൻസ് എന്ന് പറയുന്നതിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതിൽ നിന്ന് നമ്മൾ നേരത്തെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് കൺസിഡർ ചെയ്തപ്പോൾ കണ്ട പൊല്യൂട്ടൻറ്റുകളിൽ നിന്നൊരു ചെറിയ വ്യത്യാസം ഇവിടെ കാണും, തീർച്ചയായിട്ടും കാണും. ആരൊക്കെയാണെന്ന് നോക്കിയോ. ഇവിടെ ഉള്ളത് PM2.5, PM10, ഓസോൺ, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, ബെൻസീൻ, ടൊളുവീൻ, സൈലീൻ ആൻഡ് മെർക്കുറി. ഓക്കെ, ഇവരെയൊന്നും അതിനകത്ത് നമ്മൾ പറയാത്തതാണ് അല്ലേ. ബെൻസീന്, ടൊളുവീന്, സൈലീന്, മെർക്കുറി എന്നിവയും ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സഫറിൻ്റെ രീതിയിൽ കൺസിഡർ ചെയ്യുന്ന പൊല്യൂട്ടൻസിൽ പെടുന്നുണ്ട്. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് നോട്ട് ചെയ്തോണം. ഇവൻ്റെ പൊല്യൂട്ടൻസിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതുകൊണ്ട്. ക്ലിയർ ആണോ? വെരി ഗുഡ്. ഗ്ലോബൽ സർഫസ് ടെമ്പറേച്ചർ വാസ് 1.09 degrees Celsius higher in 2011-20 than 1850-900. അതായത് 1850-900 കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന സർഫസ് ടെമ്പറേച്ചറിനേക്കാൾ ഏകദേശം 1.09 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ് 2011-20 കാലഘട്ടങ്ങളിലൊക്കെ ഉള്ള ടെമ്പറേച്ചർ. അതിന് രണ്ട് കാരണങ്ങളാണ്. നാച്ചുറൽ കാസസും ഉണ്ട്, ആന്ത്രോപോജനിക് കാസസും ഉണ്ട്. എന്തൊക്കെയാണല്ലോ നാച്ചുറൽ കാസസ്? ഒന്ന് സോളാർ റേഡിയേഷൻസിലുണ്ടായ വേരിയേഷൻസ്, ക്രസ്റ്റൽ പ്ലേറ്റുകൾക്കുണ്ടായ ടെക്ടോണിക് പ്ലേറ്റുകൾക്കുണ്ടായ മൂവ്മെൻറ്റിൻ്റെ വ്യത്യാസങ്ങൾ, എൽനിനോ സദോൾ ഓസിലേഷൻ പോലുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത്, ഓർബിറ്റൽ ചേഞ്ച്, അതുപോലെ വോൾക്കാനിക് എറപ്ഷൻസ്, ഇതെല്ലാം നാച്ചുറലായിട്ട് വരുന്ന സാഹചര്യങ്ങൾ പറയാം. ആന്ത്രോപോജനിക് കാരണങ്ങൾ എന്ന് പറയുന്നത് കോസസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് പറയാം അല്ലേ. ചേഞ്ച് ഇൻ ലാൻഡ് യൂസ് പാറ്റേൺ, ഓരോ ഭൂമി വിനിയോഗിക്കുന്നതിൻ്റെ പിന്നെ രീതിയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഡീഫോറസ്റ്റേഷൻ, ലാൻഡ് യൂസ് പാറ്റേണിലെ ചേഞ്ച് അതും കണക്കൂട്ടാൻ പറ്റും. എന്നാൽ ഡീഫോറസ്റ്റേഷൻ, വനനശീകരണ പ്രക്രിയകൾ, ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് കൂടുന്നത്, അപ്പോൾ കന്നുകാലി വളർത്തലുകൾ കൂടുന്നത്, ഫെർട്ടിലൈസേഴ്സ്, നൈട്രജൻ കൂടുതൽ അടങ്ങുന്ന ഫെർട്ടിലൈസേഴ്സിൻ്റെ ഉപയോഗം കൊണ്ടുവരുന്നത്, ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസറിൻ്റെ ഉപയോഗം കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഉപയോഗം കൊണ്ടുവരുന്നത്, ഫ്ലൂറിനേറ്റഡ് ആയിട്ടുള്ള ഗ്യാസുകളുടെ ഉപയോഗം, നമ്മുടെ AC-കളിലും ഫ്രിഡ്ജിലും ഒക്കെ ഉൾപ്പെടെ ഫ്ലൂറിനേറ്റഡ് ആയിട്ടുള്ള ഗ്യാസുകളുടെ ഉപയോഗം പറയാനുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആൾക്കാർ ഉപയോഗിക്കുന്നില്ല എല്ലാവരും. അപ്പോൾ ഫ്ലൂറിനേറ്റഡ് ഗ്യാസിൻ്റെ ഉപയോഗമുണ്ട്. ഇതൊക്കെ ആന്ത്രോപോജനിക് കാസസ് ആയിട്ട് പറയാൻ പറ്റുന്നതുമാണ്.
ഈ ഗ്ലോബൽ പൊല്യൂഷൻ ലെവൽസിൽ വളരെ പ്രധാനമായിട്ട് നോട്ടീസ് ചെയ്യപ്പെടുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും മിറ്റിഗേറ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമം നടക്കുന്നതുമായിട്ടുള്ള പൊല്യൂഷൻസിലൊന്നാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം ഗ്ലോബൽ വാർമിംഗ്. ഈ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്ന പ്രധാന ഇഷ്യൂ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. എന്താ ഗ്രീൻ ഹൗസ് എഫക്റ്റ്? See, greenhouse effect is the process by which radiations from the sun are absorbed by the greenhouse gases and not reflected back into the space. This insulates the surface of Earth and prevents it from freezing. ശരിക്കും ഗ്രീൻ ഹൗസ് പ്രഭാവം നല്ലതാണ്, നമുക്ക് വേണ്ട സാധനമാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ചന്ദ്രനിൽ പോയാൽ രാത്രി നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല, നിങ്ങൾക്കൊരു ഷെൽട്ടർ ഇല്ലാണ്ട് രാത്രി ജീവിക്കാൻ പറ്റില്ല. കാരണം അവിടുത്തെ ടെമ്പറേച്ചർ വളരെയധികം താഴും, വളരെയധികം ലോ ആവുന്ന സാഹചര്യമുണ്ട് ടെമ്പറേച്ചർ. എന്നാൽ ഭൂമിയിൽ നിങ്ങൾക്ക് രാത്രി കാലങ്ങളിലായാലും സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. പലപ്പോഴും ചൂട് കൂടുതലുള്ള സാഹചര്യവും നമുക്ക് കാണാൻ പറ്റും. മിക്കറ്റും നമ്മൾ ഈ ട്രോപ്പിക്സിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ചൂടുള്ള രാത്രികളും ഒക്കെയാണ് ഉണ്ടാവാറ്. അപ്പോൾ പകലുള്ള പകലാണ് ശരിക്കും പറഞ്ഞാൽ സൂര്യനാണ് നമുക്ക് ചൂട് തരുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സൂര്യപ്രകാശം പകലേ ഉള്ളൂ. പകൽ കിട്ടുന്ന സൂര്യപ്രകാശത്തിൻ്റെ ചൂട് രാത്രി ആയാലും ഭൂമിയിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് രാത്രി കാലങ്ങളിൽ നമുക്ക് ഫ്രീസിങ് ടെമ്പറേച്ചറിലേക്കോ അല്ലെങ്കിൽ ഫ്രീസിങ് എന്ന് പറഞ്ഞ കണ്ടീഷനിലേക്കോ ഒന്നും പോവാതെ നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് ഭൂമി ഹാബിറ്റബിൾ ആവുന്നതിൻ്റെ ഒരു കാരണം അതാണ്. ഫ്രീസ് ആവുന്നില്ല ഭൂമി. അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ ഐസേജ് ആവും, പകലാകുമ്പോൾ വീണ്ടും ഐസ് ഉരുകണം, രാത്രിയാകുമ്പോൾ വീണ്ടും ഐസേജ് ആവും. അപ്പോൾ ഈ സിറ്റുവേഷനിലേക്ക് പോകുന്നില്ലല്ലോ. അതിന് കാരണം സൂര്യൻ ഉണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, അന്തരീക്ഷം ഉണ്ട് എന്നുള്ളതുകൊണ്ട് കൂടിയാണ്. ഭൂമിയിലെ അന്തരീക്ഷം നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചതാണ്, അല്ലെ? അറ്റ്മോസ്ഫിയർ പഠിച്ചാണ്. ഭൂമിയിലെ അന്തരീക്ഷത്തിലേക്ക് ഈ എത്തുന്ന സൂര്യപ്രകാശം തങ്ങി നിൽക്കാൻ, അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൽ നിന്ന് വന്ന ചൂടിനെ അന്തരീക്ഷത്തിൽ കാണുന്ന പല കണികകളും പിടിച്ചു നിർത്തി ഭൂമിയിൽ നിലനിർത്തുന്നുണ്ട്. ഈ ചൂടിനെ ഭൂമിയിൽ നിലനിർത്തുന്നത് കൊണ്ടാണ് രാത്രി കാലങ്ങളിലും സൂര്യനില്ലാത്ത സാഹചര്യങ്ങളിലും ഭൂമിയിൽ ചൂട് കിട്ടുന്നത്, വാർമത്ത് കിട്ടുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ഈ ഭൂമിയിൽ ഈ പറയുന്ന സൂര്യൻ്റെ ചൂടിനെ പിടിച്ചെടുക്കുന്ന വസ്തുക്കൾ ഒരു പരിധി വിട്ട് കൂടുതലായി കണ്ടാൽ കൂടുതൽ ചൂട് ഭൂമിയുടെ അന്തരീക്ഷത്തിനുള്ളിൽ പിടിച്ചു നിർത്തുന്ന സാഹചര്യം വരും. പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ശരിക്കും നല്ലതാണ്. ഏത്? ഇങ്ങനെ അന്തരീക്ഷത്തിലുള്ള പദാർത്ഥങ്ങൾ ഭൂമിയിൽ ചൂട് നിലനിർത്തുന്നതിന് വേണ്ടി ചൂടിനെ ട്രാപ്പ് ചെയ്ത് നിർത്തും. ഈ പരിപാടിയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത് ബിക്കോസ് ദിസ് ഇസ് ദി വൺ വിച്ച് ആക്ച്വലി പ്രിവെൻറ്റ്സ് ദ എർത്ത് ഫ്രം ഫ്രീസിങ്. ഭൂമി ഫ്രീസ് ചെയ്യപ്പെട്ട് പോകുന്നതിൽ നിന്നും ഭൂമിയെ സഹായിക്കുന്ന ആരാണ്? ആക്ച്വലി ഈ പറയുന്ന ഹരിതഗ്രഹ പ്രഭാവമാണ്, ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആണ്. അതിനകത്ത് ഒരു സംശയമില്ല. ദാറ്റ്സ് എ ഗുഡ് വൺ. പക്ഷേ ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഒരു പരിധിക്ക് അപ്പുറമായി കഴിഞ്ഞാലോ that will leads to the increase in temperature. ഭൂമിയിൽ ഈ വരുന്ന ടെമ്പറേച്ചർ ഹീറ്റൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അന്തരീക്ഷം പഠിച്ചിട്ടുണ്ട്, അറ്റ്മോസ്ഫിയർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഭൂമിയിലേക്ക് കടന്നു വരുന്ന ഈ ചൂടിനെ മുഴുവൻ ഭൂമി ഇങ്ങനെ പിടിച്ചു നിർത്താൻ തുടങ്ങിയാൽ അമിതമായ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ അമിതമായ രീതിയിൽ ചൂട് പിടിച്ചു നിർത്താൻ തുടങ്ങിയാൽ ഒരു കുഴപ്പം, ഭൂമിയുടെ സർഫസ് സാധാരണയിലും കൂടുതൽ ടെമ്പറേച്ചർ നിലനിർത്തേണ്ട സാഹചര്യത്തിലേക്ക് നിലനിർത്തും. ശരിയല്ലേ? അതിന് വിളിക്കുന്ന പേരാണ് ഗ്ലോബൽ വാർമിംഗ്. ഇത് ഇവിടെ ഒരിടത്തല്ല, എല്ലായിടത്തും കാണാം. ഭൂമിയിൽ എല്ലായിടത്തും ഇതുപോലെ ഈ ടെമ്പറേച്ചർ ജനറലി ഗ്ലോബൽ ടെമ്പറേച്ചർ സാധാരണയുള്ളതിനേക്കാൾ ഉയരുന്ന സാഹചര്യം നമുക്ക് കാണാൻ പറ്റും. ആവറേജിനേക്കാൾ ഉയരുന്നത് കാണാൻ പറ്റും. അതിനാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുക. കാരണം നമ്മൾ ഈ ഫോസിൽ ഇന്ധനങ്ങൾ ബേൺ ചെയ്യുന്നത്, ഡിഫോറസ്റ്റേഷൻ, പ്രോപ്പറായിട്ട് കാർബൺ അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസ്, ലൈഫ് സ്റ്റോക്ക് ഫാമിങ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ലാൻഡ് ഫില്ലുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നിവയെല്ലാം ഇതിന് കാരണമാണ്. അപ്പം പിന്നെ ചോദിക്കുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസുകളിൽ പെടുന്ന വാതകങ്ങൾ ഏതൊക്കെയാണെന്നുള്ള ചോദ്യം, പ്രാഥമികമായിട്ട് വരുന്ന ചോദ്യങ്ങൾ. ഒന്ന്, വാട്ടർ വേപ്പർ ഒരു പ്രധാന ഗ്രീൻ ഹൗസ് ഗ്യാസ്. അറിയില്ലെങ്കിൽ ഓർത്ത് വെച്ചോണം, ഇവനൊരു മെയിൻ ഗ്രീൻ ഹൗസ് ഗ്യാസാണ് വാട്ടർ വേപ്പർ. അന്തരീക്ഷത്തിലുള്ള ജലകണികകളാണ് ഏറ്റവും കൂടുതൽ ഹീറ്റിനെ ട്രാപ്പ് ചെയ്ത് വെക്കുന്നവന്മാർ ശരിക്കും പറഞ്ഞാൽ. കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ന്, നൈട്രസ് ഓക്സൈഡ്, ഓസോൺ, ഇതെല്ലാം പ്രധാനപ്പെട്ട എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസുകളാണ്. ഇതിനകത്ത് ഓർത്തോണം, കാർബൺ മോണോക്സൈഡ് ഇല്ല. കാർബൺ മോണോക്സൈഡിനെ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല എന്ന് ഓർത്തോണേ. ചോദ്യങ്ങളിനകത്ത് മിക്കവാറും കാർബൺ മോണോക്സൈഡ് വന്നിട്ട് ഉള്ള PSC ചോദ്യങ്ങളാണ് കൂടുതലും ചോദിച്ചിട്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് ചോദിക്കും. വേറെ വാട്ടർ വേപ്പറും ഒക്കെ തരും. കാർബൺ മോണോക്സൈഡ്, കാർബൺ കാണുമ്പോൾ പെട്ടെന്ന് ഗ്രീൻ ഹൗസ് ഗ്യാസ് ആയിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ടാവും. കാർബൺ കണ്ടു എന്ന് കരുതി മാത്രം പെട്ടെന്ന് ഇതിനെ ഒന്ന് ഗ്രീൻ ഹൗസ് ഗ്യാസുമായിട്ട് കണക്ട് ചെയ്യേണ്ടി വരരുത്. അപ്പോൾ കാർബൺ മോണോക്സൈഡ് അങ്ങനെ കരുതുന്നില്ല. See, among the greenhouse gases, only water vapor can absorb both the incoming and outgoing infrared. ഇതും ചോദ്യമാണ്. ഈ കാണുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസുകളിൽ ആർക്കാണ് ഇൻകമിങ് ആസ് വെൽ ആസ് ഔട്ട് ഗോയിങ് റേഡിയേഷൻസിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുക? അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവൻ വാട്ടർ വേപ്പർ ഒരു പ്രധാന വില്ലനാണ്. ഭൂമിയിലേക്ക് കടന്നു വരുന്ന സോളാർ റേഡിയേഷൻ്റെ UV റേഡിയേഷൻസിനെ ഇവൻ ക്യാപ്ചർ ചെയ്യും. തിരിച്ചു പോകുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷൻസിനെ ഇവൻ രണ്ടും ക്യാപ്ചർ ചെയ്യും വാട്ടർ വേപ്പർ. കാരണം മേഘങ്ങൾ ഇൻകമിങ് സോളാർ റേഡിയേഷൻസിൽ നിന്ന് 1%, ഫുള്ളെന്നല്ല 1% റേഡിയേഷൻസിനെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടൊക്കെയുണ്ട്.
വാട്ടർ വേപ്പറാ ആ ക്യാപ്ചറിങ് നടത്തുന്നത്, ശരിയല്ലേ? അതുപോലെ ഔട്ട് ഗോയിങ്, ഭൂമിയിൽ നിന്ന് വന്ന് റിഫ്ലക്ട് ചെയ്ത് പോകുന്നതിന് ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയും. ഔട്ട് ഗോയിങ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ വിളിക്കുന്ന പേരാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. പഠിച്ചിട്ടുണ്ട് നമ്മൾ ടെറസ്ട്രിയൽ റേഡിയേഷൻ. അതുതന്നെയാണോ ഞാനിവിടെ ഉദ്ദേശിച്ചത് എന്ന് ആർക്കെങ്കിലും ഏതെങ്കിലും കുട്ടികൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ സംശയം ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ടെറസ്ട്രിയൽ റേഡിയേഷൻ തന്നെയാണ് ഇവിടുത്തെ ഔട്ട് ഗോയിങ് റേഡിയേഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഇൻഫ്രാറെഡ് പിന്നെ കാറ്റഗറിയിൽ അവനപ്പെടുത്താൻ പറ്റുക നമുക്ക്, അല്ലേ? അതിവിടെ പിന്നെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അത് ബാക്കി എല്ലാ ഗ്യാസസും ഔട്ട് ഗോയിങ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഒപ്പം വാട്ടർ ഔട്ട് ഗോയിങ്ങിനോടൊപ്പം വാട്ടർ ഇൻകമിങ്ങിനെയും അബ്സോർബ് ചെയ്യുന്നുണ്ട് വാട്ടർ വേപ്പർ എന്നുള്ളതാണ്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റിൻ്റെ എഫക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിസൾട്ട്സ് നോക്കിക്കഴിഞ്ഞാലാണ് ഒന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുക. ഇത് ദ ഫിനോമിന ഓഫ് എ ഗ്രാജുവൽ ഇൻക്രീസ് ഇൻ ദി ആവറേജ് ടെമ്പറേച്ചർ ഓഫ് എർത്ത് അറ്റ്മോസ്ഫിയർ. ഭൂമിയുടെ ഭൗമോപരിതലത്തിലെ ഭൗമാന്തരീക്ഷത്തിലെ താപനില ആവറേജ് നിരപ്പിൽ നിന്ന് കൂടുന്ന സാഹചര്യത്തെയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുക. The main cause of this environmental issue is the increased volume of greenhouse gases such as carbon dioxide and methane released by burning of fossil fuels, emission of vehicles, industrial and other human activities. നമ്മളെപ്പോഴും ഈ ഫോസിൽ ഫ്യൂവൽസ് ബേൺ ചെയ്ത വെഹിക്കിൾസ് എമിഷൻസിനെയാണ് എപ്പോഴും കുറ്റം പറയണത്. നിങ്ങൾ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും വെഹിക്കിൾ എമിഷൻസിന് നമ്മൾ ആദ്യമേ പിടിച്ച് കുറ്റം പറയും. ഇന്ത്യയിൽ ഉൾപ്പെടെ കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഗ്യാസുകൾ ഏറ്റവും കൂടുതൽ എമിറ്റ് ചെയ്യുന്നതിൽ ഈ പറയുന്ന സാധനം 4ാം സ്ഥാനത്തേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ ഇവിടെ ഡീസലും പെട്രോളും ഉപയോഗിച്ച് വാഹനങ്ങൾ ഓടുന്നതിൽ നിന്നല്ല ഏറ്റവും കൂടുതൽ കാർബൺ ഡയോക്സൈഡ് എമിഷൻ നടക്കുന്നത് ഇന്ത്യയിൽ പോലും. ഇന്ത്യ ലോകത്തിൽ 3ാമത്തെ സ്ഥാനത്താണ് കേട്ടോ കാർബൺ ഡയോക്സൈഡ് എമിഷൻ്റെ കാര്യത്തിൽ. ഇന്ത്യ 3rd ലാർജസ്റ്റ് കാർബൺ എമിറ്റർ ഇൻ ദ വേൾഡ്. 3rd ലാർജസ്റ്റ് കാർബൺ എമിറ്ററാണ് ഇന്ത്യ. നമ്മളെപ്പോഴും അങ്ങനെ കരുതിയിട്ടുണ്ടാവില്ല ഇന്ത്യയിൽ ഒരിക്കലും നമ്മൾ അത്രയും വലിയൊരു കാർബൺ എമിറ്ററാണെന്ന് കരുതില്ലായിരിക്കും. പക്ഷേ അത്രയും വലിയ കാർബൺ എമിറ്ററാണ്. ഹൗ ഡസ് ദിസ് ഹാപ്പൻ അറിയോ? ഫ്രം ദി പവർ സെക്ടർ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഇന്നും ഏറ്റവും കൂടുതൽ എനർജി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സെക്ടർ പിന്നെ ഈ തെർമല. അതിൽ തന്നെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഫ്യൂവൽ എന്ന് പറയുന്നത് കോൾ, കൽക്കരി കത്തിച്ചിട്ട്, പിന്നെയുള്ള പെട്രോളിയം ഫ്യൂവൽ, ഡീസലും മറ്റൊക്കെ ഉപയോഗിച്ചിട്ടുള്ള മീൻസ് തെർമൽ പവർ പ്ലാന്റുകൾ ഓപ്പറേറ്റ്. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പിന്നെ കാർബൺ റെഡ്യൂസ് ചെയ്യുന്നത് പവർ സെക്ടറിൽ നിന്നാണ്, അല്ലാതെ ഈ വാഹനം ഓടിക്കുന്ന മേഖലയ്ക്കകത്തുനിന്നല്ല. ആൾക്കാർ പെട്രോളും ഡീസലും അടിച്ച് വാഹനം ഓടിച്ചിട്ടല്ല ഏറ്റവും കൂടുതൽ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നത്. ഇത് ഗ്ലോബലി നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ഞാൻ കാണിച്ചു തരാം. നോക്ക്, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ബൈ ഇക്കണോമിക് സെക്ടേഴ്സ് എന്ന് നോക്കിയാൽ ഇതിനകത്ത് ട്രാൻസ്പോർട്ട് വരുന്നത് വെറും 15%. അതേ നോക്ക്, ഇതാ കിടക്കുന്നു, കണ്ടോ? ഏറ്റവും കൂടുതൽ കിടക്കുന്നത് എവിടെയാണ്? നോക്ക്, എനർജി സെക്ടറാണ്. ഇത് ഗ്രീൻ ഹൗസ് എമിഷൻ ബൈ ഇക്കണോമിക് സെക്ടേഴ്സ് ഇൻ 2019 2019 കണക്കായി പറയുന്നെങ്കിലും ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല. 34% എനർജി സപ്ലൈ സെക്ടറിൽ നിന്നാണ്. 2ാം സ്ഥാനത്ത് ഇൻഡസ്ട്രിയൽ മേഖലയാണ്. നോക്കുക, 24% ഇൻഡസ്ട്രിയൽ മേഖലയിൽ നിന്നാണ്. 3ാം സ്ഥാനം നിങ്ങൾ ഞെട്ടും, അഗ്രികൾച്ചർ, ഫോറസ്ട്രി ആൻഡ് ലാൻഡ് യൂസിൽ നിന്നാണ് 22%. 15. 4ാം സ്ഥാനത്തെ ഉള്ളൂ ആര്? ട്രാൻസ്പോർട്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, 4th പ്ലേസിലാണ് ട്രാൻസ്പോർട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനിൽ വലിയ കുറവ് കൊണ്ടുവരണമെങ്കിൽ ആദ്യം നിങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ അല്ല, പകരം എനർജി സപ്ലൈ. ഈ ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിച്ചുള്ള എനർജി സപ്ലൈ ഉണ്ടല്ലോ, ഫോസിൽ കൺസംഷൻ ഫോർ എനർജി, അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി റിന്യൂവബിൾ ആവുക. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഓൾറെഡി ഇന്ത്യൻ ഗവൺമെൻറ് ഓൾറെഡി എടുത്തിട്ടുള്ളതുകൊണ്ടാണ് നമുക്ക് ഈ സോളാറിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള എനർജി പ്രൊഡക്ഷൻ നടക്കുന്നതും. ഇൻഫാക്ട് സോളാർ ഹാസ് ബിക്കം ദി 2nd ലാർജസ്റ്റ് എനർജി ഷെയർ. ഇന്ത്യയിൽ ഏറ്റവും വലിയ എനർജി ഷെയറിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇപ്പോൾ സോളാർ സെക്ടർ. അത്രയും രീതിയിൽ സോളാർ വളർന്നിട്ടുണ്ട്. പക്ഷേ അത് റീസെൻ്റ് ആയിട്ടുള്ള വളർച്ചയാണ്, കഴിഞ്ഞ ഒരു 8-10 വർഷത്തിനുള്ളിലുള്ള വളർച്ചയാണ് നമ്മൾ ഈ പറയുന്നത്. അത് സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. ഈ ഒരു റിലയൻസ് ഉണ്ടല്ലോ എമിഷൻ്റെ കാര്യത്തിൽ, അത് കുറയ്ക്കാനായിട്ട് ഇന്ത്യ ബാധ്യസ്ഥനാണ്. കാരണം എന്താ? നമ്മൾ ഈ പാരീസ് അഗ്രിമെൻറ്റിൽ ഒപ്പിട്ടിട്ടുള്ളതല്ലേ, നമുക്ക് 5 ലക്ഷ്യങ്ങളുള്ളതല്ലേ. അതെ, റൈറ്റ്. കണ്ടോ, കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ടേഷൻ വഴിയും ഫോസിൽ ഫ്യൂൽ കൺസംഷനൊക്കെ വഴി ഉണ്ടാകുന്നുണ്ട്. മീഥേൻ അഗ്രികൾച്ചർ, നാച്ചുറൽ ഗ്യാസ് ലാൻഡ് ഫിൽസിൽ നിന്നൊക്കെ വരുന്നു. നൈട്രസ് ഓക്സൈഡ് വാഹനങ്ങളിൽ നിന്ന്, മാനുഫാക്ചറിങ് സെക്ടറിൽ നിന്നൊക്കെ വരുന്നുണ്ട്. പിന്നെ പെർഫ്ലൂറോ കാർബൺസ് ഉണ്ട്, പിന്നെ നമ്മുടെ ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് ഉണ്ട്, സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ്സ് ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള മിനറൽസും അല്ലെങ്കിൽ മെറ്റീരിയൽസും ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയിട്ട് പറയുന്നുണ്ട് സോഴ്സസിനകത്തുനിന്ന്. അപ്പോൾ ഇതിൽ തന്നെ ചില കാര്യങ്ങളൊന്ന് നോക്കിക്കോണം. ഈ എപ്പോഴും നമ്മൾ ഈ TgCO2 എന്നാണ് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനെ ക്വാണ്ടിഫൈ ചെയ്യുക. അതാണ് TgCO2 അത് മീൻ ചെയ്യുന്ന വേറൊന്നുമല്ല, ടെറാഗ്രാംസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇക്വലൻ്റ് എന്നാണ്. ടെറാഗ്രാംസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇക്വലൻ്റ്, അല്ലെങ്കിൽ ഇതിനെ മറ്റൊരു രീതിയിൽ പറയാൻ പറ്റും. എങ്ങനെ? 10⁻12 ഗ്രാം അല്ലെങ്കിൽ 1 മില്യൺ മെട്രിക് ടൺ അല്ലെങ്കിൽ 1 മെഗാ ടൺ എന്നൊക്കെ നമ്മൾ പറയും.
ഓക്കെ, ഇങ്ങനെയൊക്കെ വിളിച്ചിട്ടാണ് നമ്മൾ കാർബൺ എമിഷനെ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനെ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുന്നത്. മെഗാടൺ ഇത്ര മില്യൺ മെട്രിക് ടൺ എന്നൊക്കെ പറഞ്ഞിട്ടാണ് MMT, മില്യൺ മെട്രിക് ടൺ. അതിനെ ചുരുക്കി നമ്മൾ MMT എന്ന് പറയും. 30 MMT 500 MMT എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. MMT മില്യൺ മെട്രിക് ടൺസിനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിലാണ് ക്വാണ്ടിഫൈ ചെയ്യാനുള്ളതാണ്. ഒരു കാര്യം കൂടി നിങ്ങൾ അറിയണം, ഹൗ ഗ്രീൻ ഹൗസ് ഗ്യാസസ് വാം അവർ പ്ലാനറ്റ്. അതിൻ്റെ തോത് എത്രയാണെന്ന് കൂടി നിങ്ങൾ അറിയണം. ശരിക്കും പറഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ദ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ, GWP, ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഓഫ് ഹ്യൂമൻ ജനറേറ്റഡ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇസ് എ മെഷർ ഓഫ് ഹൗ മച്ച് ഹീറ്റ് ഈച്ച് ഗ്യാസ് ട്രാപ്സ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഓക്കെ, അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് താരതമ്യം ചെയ്ത് എത്രത്തോളം ഹീറ്റാണ് ഓരോ ഗ്യാസും അന്തരീക്ഷത്തിൽ ട്രാപ്പ് ചെയ്യുക എന്നതിൻ്റെ ഒരു ഗ്ലോബൽ വാർമിംഗ് അതിനെ നമ്മൾ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയാം. ഇത് വാം ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ എത്ര, അതിനാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് 1 കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു കാർബൺ ഡൈ ഓക്സൈഡിന് ഇപ്പോൾ ഹീറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി 1 ആണെങ്കിൽ മീഥെയിൻ്റെ കപ്പാസിറ്റി 25. അതായത് മീഥെയിൻ ഹാസ് എ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഓഫ് 25 ടൈംസ് ദാറ്റ് ഓഫ് കാർബൺ. മനസ്സിലാവുന്നുണ്ടോ? കാർബൺ ആണോ മീഥെയിൻ ആണോ അപ്പോൾ വില്ലൻ? മീഥെയിൻ. കഴിയില്ല. നൈട്രസ് ഓക്സൈഡിന് അപ്പോൾ എത്ര ശതമാനമാണ്, എത്ര മടങ്ങാണ്? 300 നൈട്രസ് ഓക്സൈഡ് നമ്പർ കാണിച്ചിരിക്കുന്നത് കണ്ടോ. ദറ്റ് ഈസ് നൈട്രസ് ഓക്സൈഡ് ഈസ് 300 ടൈംസ് മോർ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ദാൻ കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ 300 മടങ്ങ് പൊട്ടൻഷ്യൽ ആർക്കുണ്ട്? നൈട്രസ് ഓക്സൈഡിനുണ്ട്. എൻ്റെ പൊന്നു പിള്ളേരെ, ഫ്ലൂറിനേറ്റഡ് ഗ്യാസസ് ഒന്ന് നോക്കിയാൽ, ഫ്ലൂറിൻ അടങ്ങുന്ന ഗ്യാസസ് നോക്കിക്കഴിഞ്ഞാൽ 1000 മുതൽ 10,000 അതിൻ്റെ വാല്യൂ. 1000 തുടങ്ങുന്നേ ഉള്ളൂ അത്. അതായത് കാർബൺ ഉണ്ടാക്കുന്ന പൊല്യൂഷൻ്റെ 1000 മുതൽ 10,000 മടങ്ങ് ഗ്ലോബൽ വാർമിംഗ് ചൂട് ഇവിടെ ട്രാപ്പ് ചെയ്യാനുള്ള പൊട്ടൻഷ്യലുള്ള ഫ്ലൂറിനേറ്റഡ് ഗ്യാസിന്. അപ്പോൾ ചോദ്യം, ഈ തന്നിരിക്കുന്ന 4 എണ്ണത്തിനകത്ത് ആർക്കാണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഉള്ളത് എന്ന് ചോദിച്ചാൽ അത് ഫ്ലൂറിനേറ്റഡ് ഗ്യാസിനാണ്. അതായത് ഉള്ള അളവിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഈ ചൂട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഫ്ലൂറിനേറ്റഡ്. പക്ഷേ ഹോപ്പ്ഫുള്ളി അല്ലെങ്കിൽ എന്തോ പിന്നെ നമുക്ക് എന്താ പറയുക, അനുഗ്രഹം കൊണ്ട് എത്രത്തോളമാണ് നമ്മൾ മനുഷ്യൻ ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസുകളെന്ന് കണക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡാണ്. ഭാഗ്യം, അവനാണ് ഏറ്റവും കുറവ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ. അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് 76% നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ, അറിഞ്ഞോ അറിയാതെയോ. ഫ്ലൂറിനേറ്റഡ് ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ കേവലം ആ മിക്സിനകത്ത് 2% ഉള്ളൂ. മനസ്സിലാവുന്നു, 2% ഉള്ളൂ. പക്ഷേ കാർബൺ ഉണ്ടാക്കുന്നതിൻ്റെ 1000 മുതൽ 10,000 മടങ്ങ് വാർമിംഗ് പൊട്ടൻഷ്യൽ ആർക്കുണ്ട്? പക്ഷേ ഫ്ലൂറിനേഷൻ ഗ്യാസിനുണ്ട്. അതുപോലെ നൈട്രസ് ഓക്സൈഡ് 6%, മീഥേൻ 16%. ശരിക്കും ഈ ഒരു കണക്ക് നോക്കിയെങ്കിൽ ഏറ്റവും കുറവ് പൊട്ടൻഷ്യൽ ഇന്ന് വലിയ പൊട്ടൻഷ്യലോട്ട് പോകുന്നതനുസരിച്ച് അവരുടെ ക്വാണ്ടിറ്റി ആക്ച്വലി ഭൂമിയിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നത് കുറഞ്ഞു വരുന്നുണ്ട്. ഇതൊരു പരിധി വരെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഘടകമാണ്, നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോണം. പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതൽ പാർക്കാണെന്നൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അറ്റ്മോസ്ഫിയറിക് ലൈഫ് ടൈം എന്ന് നോക്കിക്കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് 50 മുതൽ 200 വർഷക്കാലമാണ് അന്തരീക്ഷത്തിൽ നിലനിൽക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് നിലനിൽപ്പ് എത്രയാണ്? 50 മുതൽ ഒരു 200 വർഷം കാർബൺ ഡൈ ഓക്സൈഡ് നിലനിൽക്കും. മീഥേൻ ഒരു 12 മുതൽ ഒരു 15 അല്ലെങ്കിൽ ഒരു 10 മുതൽ 15 വർഷം നിലനിൽക്കും മീഥേൻ. പെട്ടെന്ന് പോകും കേട്ടോ. അപ്പോൾ മീഥേൻ പിന്നെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലാണ് എഴുതിയിരിക്കുന്നത്. ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ 1 കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എങ്കിൽ മീഥേൻ്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ 21 എന്ന് പറയുന്നു. നൈട്രസ് ഓക്സൈഡ് 120 വർഷം അന്തരീക്ഷത്തിൽ നിലനിൽക്കും. 120 വർഷം. അതിൻ്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ 310. ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ 310. ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ് 1.5 മുതൽ 209 വർഷമാണ് നിൽക്കാനായിട്ട് സാധ്യത. അവിടെ 150 മുതൽ 11,700 അതിൻ്റെ ഗ്രീൻ ഹൗസ് പൊട്ടൻഷ്യൽ പറയുന്നത്, ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ പറയുന്നത്. പെർ ഫ്ലൂറോ കാർബൺസ് 2,600 മുതൽ 50,000 വർഷം അന്തരീക്ഷത്തിൽ നിലനിൽക്കും. 6,500 മുതൽ 9,200 വരെ ഗ്രീൻ ഹൗസ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ അവനുണ്ട്. സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ്സിൻ്റെ കാര്യം ഏകദേശം 3,200 വർഷം ഇവൻ അന്തരീക്ഷത്തിൽ നിലനിൽക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഇവൻ്റെയാണ് ഏറ്റവും കൂടുതൽ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ. 23,900 ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ നമ്പർ ആലോചിക്കാനെന്ന് വെച്ചോണം. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ 1. ആ 1 വെച്ച് നമ്മളെപ്പോഴും സ്റ്റാൻഡേർഡായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് 1 കൊടുത്ത് കാർബൺ ഡൈ ഓക്സൈഡിന് 1 ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന് കൊടുക്കുമ്പോൾ സൾഫർ ഹെക്സാ ഫ്ലൂറൈഡിൻ്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ 23,900 ആണെന്ന് ആലോചിച്ച് നോക്കണം. ആൻഡ് അനദർ ഫാക്ടേഴ്സ്, ഈ പറയുന്ന SF6 സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ് എന്ന് പറയുന്നത് ആന്ത്രോപോജനിക് സോഴ്സസിൽ നിന്നും മാത്രമാണ് ഒറിജിനേറ്റ് ചെയ്യുക. അതായത് മാൻ മെയ്ഡ് ആയിട്ട് മാത്രമേ എന്തുണ്ടാവുള്ളൂ? SF6 അന്തരീക്ഷത്തിൽ ഉണ്ടാവുള്ളൂ. നാച്ചുറൽ കോസസിൽ ഉണ്ടാവില്ല എന്ന സാരം അത് നോട്ട് ചെയ്തോളുക. വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ വലിയ തോതിൽ SF6 നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിക്കകത്തൊക്കെ കാര്യമായിട്ട് ഇവൻ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി നമ്മൾ കാണുന്നുണ്ട്.
ക്ലിയർ ആണോ പിള്ളേരെ? സെറ്റ്. യെസ്, അപ്പോൾ ഇന്ന് തൽക്കാലം ഞാൻ ഇവിടെ വച്ച് വൈൻഡപ്പ് ചെയ്യാം. അതായത് ഗ്ലോബൽ വാർമിംഗ് വരെയുള്ള സാഹചര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നത് വരെ എത്തിയെടുത്തു നമ്മളിന്ന് നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ് ഞാൻ. കാരണം ഇനിയും നമുക്ക് ഒരുപാട് ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകാനുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇനിയുള്ള എന്താ പറയുക ഡീറ്റെയിൽസ് നമുക്ക് ഓസോൺ ഡിപ്ലീഷൻ തൊട്ട് പിന്നെ അങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കേണ്ടതുണ്ട്. അതെന്തായാലും ഒരുപാട് സമയമെടുക്കും. ഇനി എന്തായാലും വലിയൊരു ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഇത് മാറി. ഇപ്പോൾ തന്നെ അത്യാവശ്യം ലെങ്തിൽ ഇത് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് ഇവിടെ ഒന്ന് ചവിട്ടി നിർത്താൻ ശ്രമിക്കുകയാണ്. ഇതിലെ ബാക്കി വരുന്ന പൊല്യൂഷൻ അല്ലെങ്കിൽ ഗ്ലോബൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് വരുന്ന സെഷനെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. അവസാനത്തെ ഗ്ലോബൽ വാർമിംഗ് അതിൻ്റെ പൊട്ടൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഓർക്കാനും പഠിക്കാനും ശ്രമിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ് ഗ്ലോബൽ വാർമിങ്ങും ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനും ഒക്കെ. അപ്പോൾ ദാറ്റ് ബീയിങ് സെഡ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂറ്റിയുമായി ബന്ധപ്പെട്ട് കാണാം പിള്ളേരെ. എല്ലാവർക്കും അതുവരെ നന്നായി പഠിക്കാൻ സാധിക്കട്ടെ. അതുവരെ എന്നല്ല, കണ്ടിന്യൂ ചെയ്ത് നന്നായി പഠിക്കാൻ സാധിക്കട്ടെ. താങ്ക്